ഹായ് എവരിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം RRP ആണ്. മക്കളെ, നീറ്റിന്റെ പ്രിപ്പറേഷൻ ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വൺ ഷോട്ട് സീരീസിന്റെ 4ാമത്തെ ക്ലാസ് ആണ്. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ്ലി അപ്ലോഡ് ചെയ്തു. നിങ്ങൾ മിക്കവരും വീഡിയോ ക്ലാസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് കാണുന്നുണ്ട്. സോ 2ാമത്തെ ചാപ്റ്റർ ആയ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ 2ാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ എല്ലാവരും വ്യക്തമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക, പ്രോപ്പർ ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അതുപോലെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നമ്മൾ ആസ് എ സ്റ്റുഡന്റ് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു നോട്ട് എപ്പോഴും എന്തായാലും ഉണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾ എപ്പോഴും ഏതൊരു ക്ലാസ് കാണാനിരിക്കുമ്പോഴും പ്രോപ്പറായിട്ട് നിങ്ങൾ ഒരു ബുക്കും ഒരു പെന്നും കയ്യിൽ ഹോൾഡ് ചെയ്യുക. ഉറപ്പായിട്ടും അതിന്റെ ഒരു ഷോർട്ട് നോട്ട്, ഒരു ലെക്ചർ നോട്ട്, അല്ലാതെ തിയറി എല്ലാം ഇങ്ങനെ എഴുതിയിരിക്കണം എന്നല്ല പറയുന്നത്. പക്ഷെ അതിന്റെ ഒരു ലെക്ചർ നോട്ട് എഴുതിയെടുത്ത് മെയിൻ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് എഴുതി ഹൈലൈറ്റ് ചെയ്ത് പോവുക. അതോടൊപ്പം തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസും പ്രോപ്പർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. സോ കൂടുതൽ സമയം നമ്മൾ കളയുന്നില്ല, നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇപ്പൊ ഈ ചാപ്റ്ററിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിൽ നിങ്ങൾക്കറിയാം, കപ്പാസിറ്റേഴ്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആണ് നമ്മൾ വളരെ ഇൻ ഡെപ്തിൽ പഠിക്കാൻ പോകുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ കോമ്പിനേഷൻ പഠിക്കുന്നുണ്ട്, സ്ഫെറിക്കൽ കപ്പാസിറ്റേഴ്സ് പഠിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കോൺസെപ്റ്റുകൾ പഠിക്കുന്ന ഒരു ഏരിയ ആണ് ഇന്നത്തേത്. സോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. പൊതുവെ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളതാണ് ഈ ഒരു ഏരിയ. പക്ഷെ കഴിഞ്ഞ വർഷം 2 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന്, അതായത് ഈ ഒരു പാർട്ടിൽ നിന്ന് മാത്രം. ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി, ഈ ചാപ്റ്ററിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അപ്പൊ അത്രയും വെയിറ്റേജ് കൊടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. മക്കളെ നോക്കിക്കോ, ഒരു കപ്പാസിറ്റർ, നമുക്കറിയാം ഒരു കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ ബേസിക് ആയിട്ട് ഇപ്പൊ ഒരു കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിലേക്കല്ല ഞാനിപ്പോ പോകുന്നത്. ജനറലി വാട്ട് ഈസ് എ കപ്പാസിറ്റർ? അപ്പൊ നമുക്കറിയാം ഒരു കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് 2 കണ്ടക്ടേഴ്സ് സെപ്പറേറ്റഡ് ബൈ സം ഡിസ്റ്റൻസ്. അതായത് ഇങ്ങനെ 2 കണ്ടക്ടേഴ്സുകളാണ്. അപ്പൊ ഈ 2 കണ്ടക്ടറുകൾ തമ്മിൽ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇതിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് പ്ലസ് ആണ്, പോസിറ്റീവ് ആണ്. ഇവിടുത്തെ സർഫസ് ചാർജ് ഡെൻസിറ്റി നെഗറ്റീവ് ആണ്. സർഫസ് ചാർജ് ഡെൻസിറ്റി ടോട്ടൽ ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഇവിടെ പോസിറ്റീവ് ചാർജസ് ആണ് അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നത്, ഇതിൽ നെഗറ്റീവ് ചാർജുമാണ്. അപ്പൊ ഇത് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന ഈ ഒരു ഡിവൈസിനെയാണ് നമ്മൾ കപ്പാസിറ്റർ എന്ന് വിളിക്കുന്നത്. ഇതിനിടയ്ക്കുള്ള ഇൻ ബിറ്റ്വീനുള്ള മീഡിയത്തിനെ ഇതിന്റെ കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്യും. ഇവർ തമ്മിലുള്ള ഗ്യാപ്പിനെ, ഡിസ്റ്റൻസിനെ കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പൊ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിലേക്ക് എത്തിക്കഴിയുമ്പോൾ ആ പ്ലേറ്റിന്റെ ഏരിയനെ കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡിഫറെന്റ് വാല്യൂസിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ബേസിക്കലി നമുക്ക് പറയാൻ പറ്റുന്നത് ഓപ്പോസിറ്റ് ചാർജുകളുള്ള 2 കണ്ടക്ടറുകൾ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ഇരിക്കുന്നു. ആ ഡിവൈസിനെയാണ് നമ്മൾ സിംപ്ലി എന്തെന്ന് വിളിക്കുന്നത്? കപ്പാസിറ്റർ എന്ന് വിളിക്കുന്നത്. അതേപോലെ നമുക്ക് പറയാൻ പറ്റും, ഇപ്പൊ ഇതൊരു സിംഗിൾ കണ്ടക്ടർ മാത്രമായിട്ട് നമുക്കൊരു കപ്പാസിറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. അപ്പൊ നമ്മൾ അതർ പ്ലേറ്റ് ഒരു ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നതെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ഇതാണ് നമ്മൾ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്ന ഒറിജിനൽ കപ്പാസിറ്റർ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ റേഡിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ, പഴയ കാലത്തെ റേഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പൊട്ടിച്ച് നോക്കുക. പുതിയ എടുത്ത് തല്ലി പൊട്ടിക്കാനല്ല. അല്ലെങ്കിൽ ഫാനിൽ നമ്മുടെ വീട്ടിലൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ, ഈ റെഗുലേറ്റർ തിരിക്കുമ്പം ഫാനിന്റെ സ്പീഡ് പ്രോപ്പർ ആയിട്ട് മാറുന്നില്ലെങ്കിൽ വീട്ടിൽ പറയുന്ന കേട്ടിട്ടുണ്ടാവും, കപ്പാസിറ്റർ അടിച്ചു പോയി എന്ന്. ആ പറയുന്ന ആളെയാണ് ഈ കാണുന്ന ആളാണ് ഒരു കപ്പാസിറ്റർ. ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലിരിക്കും, അതിന് 2 കാലുകളും ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ പോകുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പിന്നീട് അവന്റെ ലൈഫിൽ സ്ഥിരം കാണാൻ പോകുന്ന, പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗോ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗോ ഒക്കെ എടുത്ത് പഠിക്കുന്നവരാണെങ്കിൽ അവർ ഇതിൽ കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കുന്നതായിരിക്കും. ബേസിക്കലി ഈ കാണുന്നതാണ് ഒരു കപ്പാസിറ്റർ. കപ്പാസിറ്ററിന്റെ ബേസിക് സ്ട്രക്ചറിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങളുടെ NCERTയിലെ ഫിഗർ ആണ്. നോക്കുക, ഒരു കണ്ടക്ടർ, ഫസ്റ്റ് ഒരു കണ്ടക്ടർ ഉണ്ട്, സെക്കൻഡ് ഒരു കണ്ടക്ടർ ഉണ്ട്. ഇവിടെ ചാർജ് Q ആണ്, അപ്പുറത്ത് -Q ആണ്. ഇവർക്ക് അക്രോസ് ഇതിന്റെ പൊട്ടൻഷ്യൽ V1, ഇതിനുള്ള പൊട്ടൻഷ്യൽ V2. സോ ഇൻ ബിറ്റ്വീൻ ഉറപ്പായിട്ടും ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. അപ്പൊ ഇവർക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇവർക്ക് ഇൻ ബിറ്റ്വീൻ ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചിരിക്കുന്നത്? പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ 2 പോയിന്റ്സ് എന്താ നമ്മൾ പഠിച്ചിരിക്കുന്നത്? ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ ചാർജ് ഫ്രം ദാറ്റ് പോയിന്റ് ടു അനദർ പോയിന്റ്. ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് നമ്മളൊരു ചാർജിനെ എടുത്തുകൊണ്ട് വരും. അപ്പൊ അതാണ് അവർക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഈ
ഈ കണ്ടക്ടറിൽ നിന്ന് ഈ കണ്ടക്ടറിലോട്ട് നിങ്ങൾ ഒരു ചാർജ് എടുത്തുകൊണ്ട് വരാൻ നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ ആർക്ക് അഗൻസ്റ്റാ ചെയ്യുന്നത്? നമുക്കറിയാം പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പൊ ആ ഇലക്ട്രിക് ഫീൽഡിന് അഗൻസ്റ്റ് നമ്മളൊരു ചാർജ് എടുത്തുകൊണ്ട് വരണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മളൊരു വർക്ക് ഡൺ ചെയ്യണം. അപ്പൊ അതാണ് ആ ചെയ്യുന്ന വർക്ക് ഡൺ. നമ്മളൊരു വർക്ക് ഡൺ ചെയ്യണം. അപ്പൊ ഒബ്വിയസ്ലി ഇൻ ബിറ്റ്വീൻ എന്തുണ്ടാവും? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. Q is the charge of a capacitor and its charge is one of the conductor. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇവന്റെ ചാർജ് Q ആണ്, അപ്പുറത്തുള്ള ചാർജ് Q ആണ്, ഇത് പ്ലസ് Q ആണ്, ഇത് മൈനസ് Q ആണ്. പക്ഷെ ഈ ടോട്ടൽ കപ്പാസിറ്റർ സിസ്റ്റത്തിന്റെ ഈ ടോട്ടൽ ഒരു കപ്പാസിറ്ററിന്റെ ചാർജ് എന്ന് പറയുന്നത് ഒരു പ്ലേറ്റിന്റെ ചാർജ് ആയിരിക്കും. അതാ ഇവിടെ പറയുന്നത് Q is the charge of a capacitor and it is the charge on one of the conductor. Very important point ആണ്. അതൊക്കെ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിയാവുന്ന കാര്യമാണ്. ദ ടോട്ടൽ ചാർജ് ഓഫ് ദ കപ്പാസിറ്റർ ഈസ് 0. ഇതിന്റെ ടോട്ടൽ ചാർജ് കാര്യം എപ്പുറത്ത് എത്ര പ്ലസ് ഉണ്ട് അപ്പുറത്ത് എത്ര മൈനസ് ഉണ്ട്. അപ്പൊ ടോട്ടൽ ചാർജ് എപ്പോഴും എത്ര ആയിരിക്കും? 0 ആയിരിക്കും. ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻ എ റീജിയൻ ബിറ്റ്വീൻ കണ്ടക്ടർ ഈസ് പ്രപ്പോർഷണൽ ടു ദ ചാർജ് Q. ശരിയാണ്, ചാർജ് Q കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് കൂടാം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഒക്കെ ജനറൽ ഇക്വേഷൻ. അപ്പം ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ചാർജിന് പ്രപ്പോർഷണൽ ആണ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് നെഗറ്റീവിലോട്ടായിരിക്കും. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ പോയിന്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് V, അവർക്കിടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതെന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുന്ന് ഇങ്ങോട്ട് നിങ്ങൾ ഒരു ചാർജ്, അതായത് ഈ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് നിങ്ങൾ ഒരു ചാർജ് കൊണ്ടുവരണമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അതിന് അഗൻസ്റ്റ് നമ്മളൊരു വർക്ക് ഡൺ ചെയ്യണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is the work done per unit positive charge in taking a small test charge from conductor 2 to conductor 1. കണ്ടോ? against the field. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ അവിടുന്ന് നമ്മൾക്ക് പറയാൻ പറ്റുന്ന കോൺസെപ്റ്റ് ആണ് അവർക്ക് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V പ്രപ്പോർഷണൽ ടു Q ആണ്. അവർക്ക് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ V, നമുക്കറിയാം V എന്ന് പറഞ്ഞാൽ KQ/R. പഠിച്ചിട്ടുള്ളതല്ലേ, നമ്മൾ ഓൾറെഡി പഠിച്ച കോൺസെപ്റ്റ് അല്ലേ. V എന്ന് പറയുന്നത് KQ/R ആണ്. അപ്പൊ ഈ K-യും R ഒക്കെ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അവിടെ നിന്ന് എനിക്ക് പറയാം V പ്രപ്പോർഷണൽ ടു C ആണ്, V പ്രപ്പോർഷണൽ ടു Q ആണ്. അല്ലെങ്കിൽ ആ പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ ഒരു കോൺസ്റ്റന്റ് ഉണ്ട്. സോ നമ്മൾ അവിടുന്ന് പറയും ഫൈനലി Q ഈക്വൽ ടു CV, C ഈക്വൽ ടു Q/V, C ഈക്വൽ ടു Q/V. അപ്പൊ ദിസ് കോൺസ്റ്റന്റ് C ഈസ് കോൾഡ് കപ്പാസിറ്റൻസ്. കാരണം കപ്പാസിറ്റൻസിന് ചാർജുമായിട്ട് കാര്യം നമ്മൾ V കൂട്ടിയാൽ അതിനനുസരിച്ച് ആര് കൂടും? അല്ലെങ്കിൽ Q കൂടും. അല്ലെങ്കിൽ അവർക്ക് അക്രോസ് ഉള്ള ചാർജ് കൂടുതലാണെങ്കിൽ V കൂടുതലായിരിക്കും. directly proportional because they are directly proportional. So Q is a constant. Ohm's law പഠിക്കുന്ന പോലെ V proportional to I, V is equal to IR എന്ന് പഠിക്കുന്നത് പോലെ മറ്റൊരു ഇക്വേഷൻ ആണ് ഇത് Q equal to CV. വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. സോ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. വർക്ക് ഡൺ കപ്പാസിറ്റൻസ് C equal to Q/C. വളരെ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്. അതിന്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് പ്രോബ്ലത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട വാല്യൂസ് ആണ്. ഒന്ന് പഠിച്ചിരിക്കുക. 1 മൈക്രോ ഫാരഡ് എന്ന് പറഞ്ഞാൽ 10⁻⁻6 ഫാരഡ് ആണ്. 1 മൈക്രോ നാനോ പൈക്കോ. നാനോ എന്ന് പറയുമ്പോൾ 10⁻⁹ ആൻഡ് പൈക്കോ എന്ന് പറയുമ്പോൾ 10⁻12 ആണ്. നിങ്ങൾ നോക്കിയാൽ മതി, 6ൽ നിന്ന് നേരെ 3 കൂടി പിന്നെ 3, അതായത് ഒരു -3യുടെ കൂടുതലാവുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഡയറക്റ്റ് ഈ വാല്യൂ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. So ratio of Q/V, കണ്ടോ? ratio of Q/V, that is known as capacitance. It is a constant. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇത് അറിഞ്ഞിരിക്കുക. അതുപോലെ ഉറപ്പായിട്ട് നിങ്ങൾ ഇതിന്റെ യൂണിറ്റ് അറിഞ്ഞിരിക്കുക. പിന്നെ നമ്മൾക്ക് ഇപ്പൊ ഇവിടെ നമ്മൾ കൊടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. ഒബ്വിയസ്ലി അതിന്റെ ഡയമെൻഷണൽ ഫോർമുല നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം കപ്പാസിറ്റൻസിന്റെ ഒക്കെ ഡയമെൻഷണൽ ഫോർമുല എക്സാമിന് പലതവണ ചോദിച്ചു കാണാറുണ്ട്. കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ നിങ്ങളിവിടെ നോക്കിക്കേ. അതായത് കപ്പാസിറ്റൻസ് എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? First one, the capacitance C depends on the geometrical configuration of the system of two conductors. നമ്മൾ ആ വെക്കുന്ന രണ്ട് കണ്ടക്ടേഴ്സ് നമ്മളിപ്പോ പറഞ്ഞില്ലേ, ഇവിടെ ഒരു പോസിറ്റീവ് കണ്ടക്ടറും ഉണ്ട്, അതേപോലെ ഇവിടെ ഒരു നെഗറ്റീവ് കണ്ടക്ടറും ഉണ്ട്. അപ്പൊ ഇവരുടെ ജോമെട്രീനെ, ഷേപ്പിനെ, സൈസിനെ അവർക്കിടയിലുള്ള സെപ്പറേഷൻ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓൾസോ ദ നേച്ചർ ഓഫ് ദ ഇൻസുലേറ്റർ ഓർ ഡൈഇലക്ട്രിക് ബിറ്റ്വീൻ ദ ടു കണ്ടക്ടേഴ്സ്. ഇപ്പൊ റൈറ്റ് നൗ ഇവർക്ക് ഇൻ ബിറ്റ്വീൻ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്, ഇപ്പൊ ഇവിടെ എയർ ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. അപ്പൊ ആ എയറിന് ഒരു ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഉണ്ട് 1. അപ്പൊ എയർ മാറിയത് വാട്ടർ ആയാൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് വാല്യൂ മാറും. അപ്പൊ ആ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്.
ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് കൂടിയാൽ, ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് മാറുകയാണെങ്കിൽ കപ്പാസിറ്റൻസ് കൂടും. അപ്പൊ അതൊക്കെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കും. ഇതിന് ഇൻ ബിറ്റ്വീൻ വെക്കുന്ന ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് വാല്യൂ കൂടുവാണെങ്കിൽ കപ്പാസിറ്റൻസിനെ അഫക്ട് ചെയ്യും. അപ്പൊ കപ്പാസിറ്റൻസ് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് കൂടിയ കപ്പാസിറ്റൻസ് കൂടും. അതുപോലെ ഈ ഡിസ്റ്റൻസും ഏരിയ, ഷേപ്പ്, ഇതൊക്കെ ആയിട്ട് ഡിപ്പെൻഡൻസി കൊണ്ട് നമുക്കത് പഠിക്കാനുണ്ട്. പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ പഠിക്കുമ്പോൾ അവിടെ പഠിക്കാനുണ്ട്. ബേസിക്കലി റൈറ്റ് നൗ നമ്മൾ ജസ്റ്റ് കണ്ടക്ടേഴ്സിന്റെ കോൺസെപ്റ്റ് വെച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അതിന്റെ ഷേപ്പ്, സൈസ്, സെപ്പറേഷൻ ആൻഡ് ഡൈലക്ട്രിക് മീഡിയത്തിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യും എന്ന കാര്യം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അതൊന്ന് അറിഞ്ഞിരിക്കുക. ഇവിടെ നിങ്ങൾ നോക്കിക്കുക, സ്ഫെറിക്കൽ കപ്പാസിറ്റർ ആണ്. സ്ഫെറിക്കൽ കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്താൽ മതി, സ്ഫിയറിന്റെ ഷേപ്പ് ഉള്ള ഒരു കപ്പാസിറ്റർ ആണെങ്കിൽ വളരെ ബേസിക് ആയിട്ട്, ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പൊട്ടൻഷ്യൽ, ഒരു സ്ഫിയറിന്റെ കേസിലുള്ള പൊട്ടൻഷ്യൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. KQ/R ആണ് അല്ലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. V is equal to KQ/R ആണ് അല്ലെ. KQ/R ആണ്. K എന്ന് പറഞ്ഞാൽ 1/4πε0 Q/R. ഇനി നമുക്കറിയാം Q ഈക്വൽ ടു CV എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ അവിടുന്ന് വാട്ട് ഈസ് C? C എന്ന് പറഞ്ഞാൽ Q ഡിവൈഡഡ് ബൈ V ആണ്. Q ഡിവൈഡഡ് ബൈ V ആണ്. അപ്പൊ ഇവിടെ V കൊണ്ട് ഡിവൈഡ് ചെയ്യും, ഈ V കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യും. ഈ V കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ Q വരും. Q വെട്ടിപ്പം R അങ്ങ് ന്യൂമറേറ്റർ ഇപ്പം നോക്കൂ. Q ഡിവൈഡഡ് ബൈ V എന്ന് പറഞ്ഞാൽ ആരാ? KQ/R ആണ്. അപ്പൊ KQ/R ആണ്. ആ R എടുത്ത് ന്യൂമറേറ്റർ കൊടുത്തു, ഇവനും വെട്ടിപ്പോയി. K ആരാ? 1/4πε0. അപ്പൊ ബൈ വരുന്ന 4πε0 ന്യൂമറേറ്റർ പോകും. അപ്പൊ കപ്പാസിറ്റൻസ് കിട്ടും 4πε0R. അതാണ് ഞാൻ ഫൈനൽ ആൻസർ ആയിട്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കപ്പാസിറ്റൻസ് 4πε0R. അപ്പൊ അവിടുന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് ഇത്. ഫോർ എ സ്ഫെറിക്കൽ കണ്ടക്ടർ കപ്പാസിറ്റൻസ് C പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് റേഡിയസ്. വെരി ഇമ്പോർട്ടന്റ്. റേഡിയസുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. റേഡിയസ് കൂടുതലാണെങ്കിൽ കപ്പാസിറ്റൻസ് കൂടുതലായിരിക്കും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുള്ളതാണ്. യെസ്, അപ്പം ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇഫ് ദ മാക്സിമം സർക്കംഫറൻസ് ഓഫ് എ സ്ഫിയർ ഇസ് 2 മീറ്റർ, then its capacitance in water would be. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഇത് സ്ഫെറിക്കൽ കപ്പാസിറ്റർ. അപ്പൊ സ്ഫെറിക്കൽ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് നമ്മളിപ്പോ പഠിച്ചതേ ഉള്ളൂ. കപ്പാസിറ്റൻസ് C എന്ന് പറയുന്നത് 4πε0 × R ആണ്. കപ്പാസിറ്റൻസ് പ്രപ്പോർഷണൽ ടു R എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ കണ്ടോ ε0 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ ε0 എന്ന് പറയുമ്പോൾ അവിടെ മീഡിയം എന്ന് പറയുന്നത് വാക്വം ആണല്ലേ, എയർ ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഇവിടെ പക്ഷെ പറയുന്നത് വാട്ടർ എന്ന് പറഞ്ഞൊരു മീഡിയം നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. വാക്വം അല്ലെങ്കിൽ എയർ ആണ് വരുന്നതെങ്കിൽ കപ്പാസിറ്റൻസ് C ആണെങ്കിൽ പുതിയൊരു മീഡിയം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവന്റെ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് K ആണ്. എയർ ആവുമ്പോൾ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് 1 ആണ്. നിങ്ങൾ പുതിയൊരു മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവന്റെ ഡൈലക്ട്രിക് കോൺസ്റ്റന്റിനെ കൂടെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളൊരു ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അത്രയും ടൈംസ് കൂടെ കപ്പാസിറ്റൻസ് കൂടും. എന്ന് വെച്ചാൽ പുതിയ കപ്പാസിറ്റൻസ് C' എന്ന് പറയുന്നത് K ടൈംസ് C ആയിട്ട് മാറും. പുതിയ കപ്പാസിറ്റൻസ് C' എന്ന് പറയുന്നത് K ടൈംസ് C ആയിട്ട് മാറും. കപ്പാസിറ്റൻസ് അത്രയും ടൈംസ് ഇൻക്രീസ് ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ നിങ്ങൾ എയറിലാണ് 4πε0R. അപ്പൊ നമ്മൾ ഒരു ഡൈലക്ട്രിക് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കപ്പാസിറ്റൻസ് C' എന്ന് പറഞ്ഞാൽ K ടൈംസ് C ആയിട്ട് മാറും. സോ നമുക്ക് എന്താ എഴുതാം? 4πε0 × K × R എന്ന് എനിക്ക് എഴുതാം. കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഇത്. ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. സെറ്റ്. അപ്പൊ നമുക്ക് ഇത് ഇൻഡെപ്ത് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ കപ്പാസിറ്റൻസ് പഠിക്കുമ്പോൾ ഡൈലക്ട്രിക് മീഡിയം ഒക്കെ വരുന്ന കേസിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചിരിക്കുക. സോ 4πε0 K × R. നമുക്കറിയാവുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/4πε0 വാല്യൂ എത്രയാ? 9 × 10⁻⁹ ആണ്. 9 × 10⁻⁹ ആണ്. അപ്പൊ ഇത് അതിന്റെ റെസിപ്രോക്കൽ. അപ്പൊ നമുക്ക് ഈ വാല്യൂന്റെ റെസിപ്രോക്കൽ ഇവിടെ എഴുതിയാൽ പോരെ. അപ്പൊ എന്താ എഴുതാം? 1/4πε0 പകരം 9 × 10⁻⁹. നിങ്ങൾ നോക്ക്, 4πε0 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇത് ഇങ്ങോട്ടും എടുത്തു, അത്രേ ഉള്ളൂ. 1/9 × 10⁻⁹ ഇൻറ്റു ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് അത് 81 ആണ് ഇൻറ്റു റേഡിയസ് തന്നിട്ടില്ല, പക്ഷെ സർക്കംഫറൻസ് തന്നിട്ടുണ്ട്. സർക്കംഫറൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാം. സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2πr ആണ്, അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത് 2πr ആണ്.
അത് 2 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഈ 2ഉം 2ഉം കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇവിടുന്ന് റേഡിയസ് 1/π എന്ന് കിട്ടും. റേഡിയസ് നമുക്ക് 1/π എന്ന് കിട്ടി. ക്ലിയർ? അപ്പൊ ഇത് 1/π എന്ന് കിട്ടും. ദാറ്റ് ഈസ് 3.14 അപ്രോക്സിമേറ്റ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടുന്ന് ഒരു 9ഉം ഇവിടുന്ന് ഒരു 81 കൂടെ കട്ട് ചെയ്യാം. 9ഉം 81ഉം കട്ട് ചെയ്ത് ഇവിടെ 9 കിട്ടും മക്കളെ. ആണോ? ഇത് 3.14 9/3 3 9/3 3 ഇത് 3.14 കുറച്ചുകൂടെ കൂടുതലുണ്ട്. അപ്പൊ ഇവനോട് കട്ട് ചെയ്താൽ അപ്രോക്സിമേറ്റ് 2.88 എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടും. 2.88 എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടും. ക്ലിയർ? യെസ്. ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ താഴെ ഒരു 10⁹ ഉണ്ട്. നമുക്ക് അതിനെ എടുത്ത് മോളിൽ കൊണ്ടുപോകാം. അപ്പൊ ഇത് എത്ര വരും? 2.88 ഇൻറ്റു 10⁻⁻9 എന്ന് വരും. ആണോ? നമ്മുടെ ഓപ്ഷൻസ് നിങ്ങൾ നോക്കിക്കേ. ഇത് അപ്രോക്സിമേറ്റ് ആണ് ഈ 2.88 ഒക്കെ എഴുതിയത്. യെസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിൽ ഏത് വാല്യൂ ആയിട്ടാണ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? ഓപ്ഷൻ 4ലേക്ക് നിങ്ങൾ നോക്കിയാൽ 2.865 എന്നാണ്. അപ്പൊ ഇത് 2.865 ആയിരിക്കണം അപ്രോക്സിമേറ്റ് ഈ വാല്യൂ കട്ട് ചെയ്യുമ്പോൾ. നമുക്ക് അങ്ങനെ ഇതൊക്കെ കാൽക്കുലേഷൻ അപ്രോക്സിമേഷൻ എടുക്കത്തുള്ളൂ നമ്മൾ. 2.865 ആയിരുന്നു. ഓക്കെ. അപ്പൊ 2.865നെ നമുക്ക് എങ്ങനെ എഴുതാം? 2865 ഇൻറ്റു ഇതിപ്പോ ഞാൻ എത്ര പ്ലേസ് ആയി, ഇതിന്റെ വാല്യൂ എത്ര പ്ലേസ് ആയി ഇവിടെ മാറ്റിയത്? 3 പ്ലേസ് മാറ്റി. 3 പ്ലേസ് മാറ്റണമെങ്കിൽ 3 0 കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ താഴെ 3 0 എഴുതണം. അപ്പൊ ആ 3 0 എടുത്ത് മോളിൽ കൊടുക്കുക. അപ്പൊ ഇത് 10⁻⁻9 ആയിരുന്നു. ക്ലിയർ? അപ്പൊ 10⁻⁻9ന് 3 0 കൂടെ കൊടുത്തു. സോ 10⁻⁻12 ആയിട്ട് മാറി. ഇപ്പൊ 10⁻⁻12 എന്ന് പറയുമ്പോൾ അത്രയും പൈക്കോ ഫാരഡ് ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4. വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സെറ്റ് അല്ലേ? യെസ്. എന്നാൽ നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് പോകാം. കപ്പാസിറ്റൻസ് ഓഫ് എ സ്ഫെറിക്കൽ കപ്പാസിറ്റർ. ഇവിടെ നോക്കിക്കേ, 2 ചാർജ് കോൺസെൻട്രിക് സ്ഫിയേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി നല്ല രീതിയിൽ തന്നെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇത് 2 കോൺസെൻട്രിക് സ്ഫിയേഴ്സ് ആ. അതിന്റെ ബൈസെക്ടർ, അതിനെ ഇങ്ങനെ കട്ട് ചെയ്ത പോർഷൻ നിങ്ങൾക്ക് കാണിച്ചു തരുവാണ്. ഇന്നർ സ്ഫിയറിന്റെ റേഡിയസ് R1, ഔട്ടർ സ്ഫിയറിന്റെ റേഡിയസ് R2. എന്നിട്ട് ഇവിടെ നമ്മൾ എർത്ത് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ ഇതിന് നമ്മൾ പ്രൂഫ് ഒന്നും പഠിച്ചു വെക്കേണ്ട കാര്യമില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ഓൾറെഡി ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം ഇവന്റെ റേഡിയസ് R1 ആണ്, ഔട്ടറിന്റെ റേഡിയസ് R2 ആണ്. അങ്ങനെ R1 R2 റേഡിയസുകൾ ഡിസ്റ്റൻസിൽ ഡിഫറൻസ് വന്നാൽ പൊട്ടൻഷ്യൽ കാണാൻ Q/4πε0 1/R1 - 1/R2 നമ്മൾ പഠിച്ചിട്ടുള്ളതാ. പണ്ടേ പഠിച്ചതാ. കഴിഞ്ഞ ക്ലാസ്സിലെ പഠിച്ചതാ. ഓർമ്മയുണ്ടോ? ഒരു Q ചാർജ് നമുക്ക് P പോയിന്റിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഓർമ്മയുണ്ടോ P പോയിന്റിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ? അപ്പൊ നമ്മൾ എന്തായിരുന്നു കണ്ടുപിടിച്ചത്? അല്ലെങ്കിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇവിടെ 1 എന്ന് പറഞ്ഞ പോയിന്റ് കൺസിഡർ ചെയ്തു, ഇവിടെ 2 എന്ന് പറഞ്ഞ പോയിന്റ് കൺസിഡർ ചെയ്തായിരുന്നു. ഈ കാണുന്ന ഇനിഷ്യൽ ഫൈനൽ ഡിസ്റ്റൻസ് R1 എന്നും ഈ കാണുന്ന ഡിസ്റ്റൻസ് R2 എന്നും എടുത്തിട്ടായിരുന്നു പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു 1/Q/4πε0 ഇൻറ്റു 1/R1 - 1/R2 എന്നൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ സെയിം കോൺസെപ്റ്റിന്റെ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. Q/4πε0 1/R1 - 1/R2. അപ്പൊ അതുമായിട്ട് ഇതൊന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. അല്ലാതെ ഈ ഒരു ലോജിക്ക് ഓർമ്മയുള്ള ആൾക്ക് ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ബൈഹാർട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. R2 - R1 ഡിവൈഡഡ് ബൈ R1 R2 നമുക്ക് V ആ കിട്ടുന്നത്. പക്ഷെ നമുക്ക് V അല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് C ആണ്. C എന്ന് പറഞ്ഞാൽ Q/V ആണ്. അപ്പൊ ഈ V യുടെ വാല്യൂ നിങ്ങൾ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ C ഈസ് ഈക്വൽ ടു Q/V. ഇവനല്ലേ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു Q വരും ബൈ 4πε0. അപ്പൊ അത് ന്യൂമറേറ്ററിക്ക് എടുക്കാം. 4πε0. ഇവിടെ ആര് വരും? ഡിനോമിനേറ്ററിൽ R2 - R1 ഡിവൈഡഡ് ബൈ R1 R2 എന്ന് വരും. സോ ഈ Q രണ്ടും കട്ടായിപ്പോ R1 R2 മോളിപ്പോ അപ്പൊ ആ എഴുതിയ വാല്യൂ ആണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. C ഈസ് ഈക്വൽ ടു 4πε0 R1 R2 ഡിവൈഡഡ് ബൈ R2 - R1. അപ്പൊ നിങ്ങൾ ഈ പ്രൂഫ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. റൈറ്റ് നൗ ഈ ഇക്വേഷൻ പഠിക്കുക. സ്ഫെറിക്കൽ കോൺസെൻട്രിക് സ്ഫിയേഴ്സ് ആണ്. ഔട്ടർ സൈഡ് നമ്മൾ എർത്തും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ കപ്പാസിറ്റൻസ് കാണാൻ ഉപയോഗിക്കുന്ന ജനറൽ ഇക്വേഷൻ ആണ് 4πε0 R1 R2 ഡിവൈഡഡ് ബൈ R2 - R1. കോൺസെപ്റ്റ് ഇത് നിങ്ങൾ അത് പഠിച്ചു വെക്കേണ്ട വാല്യൂ ആണ്. അല്ലാതെ നമ്മൾക്കിപ്പോ അത് എല്ലാം കൂടെ നമ്മൾ ഡിറൈവ് ചെയ്ത് ഇതാണ് അതിന്റെ ഡെറിവേഷൻ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്. പക്ഷെ അത് ഇൻ ഡെപ്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാൻ പറ്റും. പക്ഷെ റൈറ്റ് നൗ നിങ്ങൾക്ക് അറിയാം നമ്മൾ ഫൈനൽ പ്രിപ്പറേഷനിൽ കൂടെ കടന്നു പോവാണ്. അപ്പൊ ഈ ഇക്വേഷൻസ് നിങ്ങളൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. 4πε0 R1 R2 ഡിവൈഡഡ് ബൈ R2 - R1.
R1 R2 ഡിവൈഡഡ് ബൈ R2 മൈനസ് R. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. A spherical capacitor has inner sphere. കണ്ടോ, ഈ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇന്നർ സ്ഫിയർ 12 സെന്റിമീറ്റർ ആൻഡ് ഔട്ടർ സ്ഫിയർ ഓഫ് റേഡിയസ് 13 സെന്റിമീറ്റർ. ഇവിടെ നോക്കിക്കേ, ദി ഔട്ടർ സ്ഫിയർ ഈസ് എർത്തഡ്. കണ്ടോ, ഇപ്പൊ നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് ആണ്. ഔട്ടർ സ്ഫിയർ എർത്ത് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ ഒരു ഇന്നർ സ്ഫിയർ ഉണ്ട്, ഇവിടെ ഒരു ഔട്ടർ സ്ഫിയർ ഉണ്ട്, ഒരു ഔട്ടർ സ്ഫിയറും ഉണ്ട്. യെസ്. എന്നിട്ട് അവർ പറഞ്ഞു ഈ ഔട്ടർ സ്ഫിയർ എന്ത് ചെയ്തിട്ടുണ്ട്, എർത്ത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? യെസ്, inner sphere given charge 2.5 microcoulomb. The space between the concentric sphere is filled with liquid of dielectric constant 32. അപ്പൊ അവിടെ ഒരു ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കൂടെ ആഡ് ഓൺ ആയി. അപ്പൊ എപ്സിലോൺ സീറോയുടെ വാല്യൂവിനെ കെ കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. യെസ്, എപ്സിലോൺ സീറോനെ കെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. Then the capacitance of the capacitor and potential of the inner sphere are respectively. നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് കപ്പാസിറ്റൻസ് ആണ്. കപ്പാസിറ്റൻസിന്റെ ജനറൽ ഇക്വേഷൻ നമ്മൾ ഇപ്പൊ എന്താ പഠിച്ചത്? ഇങ്ങനത്തെ കേസിൽ കപ്പാസിറ്റൻസ് കാണാൻ ഇക്വേഷൻ എന്താ പഠിച്ചത്? സി ഈക്വൽ ടു 4 പൈ എപ്സിലോൺ 0 ഇൻറ്റു ന്യൂമറേറ്ററിൽ എന്തായിരുന്നു? R1 R2 ഡിവൈഡഡ് ബൈ R2 മൈനസ് R1 എന്നാ പഠിച്ചത്. അതായത് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, അത്രേ ഉള്ളൂ, വേറെ ചോദ്യമൊന്നും ഇല്ല ഇതിനകത്ത്. ഈ കാണുന്ന റേഡിയസ് ആണ് R1, ഈ കാണുന്ന വലിയ റേഡിയസ് ആണ് R2. ഓക്കെ, ഇതായിരുന്നു നമ്മൾ പഠിച്ച ജനറൽ ഇക്വേഷൻ അല്ലേ? ഇവിടെ നോക്ക്, 4 പൈ എപ്സിലോൺ 0 R1 R2 ഡിവൈഡഡ് ബൈ R2 മൈനസ് R1 എന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ഡൈഇലക്ട്രിക് കൂടെ വരുന്നുണ്ട്. സോ ഒബ്വിയസ്ലി ഇതിനെ ഒരു കെ കൊണ്ടുകൂടെ നമ്മൾ മൾട്ടിപ്ലൈ, ആ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇത് 4 പൈ എപ്സിലോൺ 0യുടെ വാല്യൂ നമുക്കറിയാം, 1/9 ഇൻറ്റു 10⁻⁹ ആണ്. ഇൻറ്റു ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എത്രയാണ്? ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 32 ആണ്, 32. ഇനി ബാക്കി R1 R1 എത്ര? 12 ആയിരുന്നു. R2 ഈസ് 13 സെന്റിമീറ്ററിലാണ്. അപ്പം R1 12 ആണ്, R2 13 ആണ്, ഇൻറ്റു സെന്റിമീറ്റർ ആണ്. അപ്പൊ 10⁻⁻4. കാര്യം ഒരാളുടേത് തന്നെ 10 സെന്റിമീറ്ററിനെ മീറ്റർ ആകുമ്പോൾ 10⁻⁻2 വരും. 10⁻⁻2 ഇതിന്റെ 10⁻⁻2, അപ്പൊ 10⁻⁻4 ഡിവൈഡഡ് ബൈ എത്ര വരും? R2 മൈനസ് R1, 13 മൈനസ് 12 1 ആണ്. അഗെയിൻ അത് സെന്റിമീറ്ററിലാണ്, അപ്പൊ 10⁻⁻2 എന്ന് കിട്ടും. സോ നമുക്ക് ഇവിടുത്തെ വാല്യൂസ് ഒക്കെ കട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്കൊരു 10⁻⁻2 10⁻⁻4 കട്ട് ചെയ്താൽ 10⁻⁻2 വരും. ഇനി നമുക്കിവിടെ കട്ട് ചെയ്യാൻ 12 ഇൻറ്റു 13, 3 ഇൻറ്റു 2 6 ആണ്. സോ 12 ഇൻറ്റു 13 ദാറ്റ് ഈസ് 156, 156 എന്ന് കിട്ടും. അപ്രോക്സിമേറ്റ് 156 എന്ന് കിട്ടും. 156 ഇൻറ്റു 32 ഡിവൈഡഡ് ബൈ 9 അല്ലേ? 32 ഇൻറ്റു 9 ഇൻറ്റു 10⁻⁻, ഇവിടെ ഒരു 10⁻⁹ ഉണ്ട്, അതിനൂടെ മുകളിലോട്ട് പോട്ടെ. അപ്പൊ 10⁻⁻11 എന്ന് കിട്ടും. 11 എന്ന് കിട്ടും. മക്കളെ, ഇത് അപ്രോക്സിമേറ്റ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറയുന്നത് 554.6 ഇൻറ്റു 10⁻⁻11 ആണ്. ഇത് കട്ട് ചെയ്താൽ കിട്ടുന്ന അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നമുക്ക് 10⁻⁻11 5.5 നാനോ ഫാരഡ് എന്ന് പറഞ്ഞൊരു ആൻസർ കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് എത്തിക്കാൻ പറ്റുമോ നോക്കാം. ഇതിനെ 5.5 ആക്കണമെങ്കിൽ ബൈ 100 ചെയ്യണം. അപ്പൊ ഇവിടെ ഒരു 100 കൊണ്ട് 10⁻2 കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ആണ്. അപ്പൊ ഇത് 10⁻⁻9 ആയിട്ട് മാറും. സോ നമുക്ക് വളരെ ഈസി ആയിട്ട് അത് 5.5 ഇൻറ്റു 10⁻�9 ഫാരഡ് എന്ന് കിട്ടും, അല്ലെങ്കിൽ 5.5 നാനോ ഫാരഡ് എന്ന് കിട്ടും. സോ ആൻസർ ഇതാണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം നാനോ ഫാരഡ് വരുന്ന ഒരൊറ്റ ഓപ്ഷൻ അതിനകത്ത് വരുന്നുള്ളൂ. ക്ലിയർ? വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്താണ്? Then the capacitance of the capacitor and potential in the inner surface. പൊട്ടൻഷ്യൽ ഇവിടെ കണ്ടുപിടിക്കണം. സോ പൊട്ടൻഷ്യൽ കാണാൻ നമുക്ക് ഏത് ഇക്വേഷൻ എടുക്കാം? Q ഈക്വൽ ടു സി വി എന്നാ പഠിച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ടത് V കാണാനാണ്. അപ്പൊ V ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ സി. Q ഡിവൈഡഡ് ബൈ സി. Q എത്രയാ കിട്ടിയത്? Q എത്രയാണോ മക്കളെ? 2.5 മൈക്രോ കുളംബ് ആണ് അല്ലെ? 2.5 മൈക്രോ കുളംബ് ആണ്. സോ 2
0.5 ഇൻറ്റു മൈക്രോ കുളമ്പ് ആണ് 10⁻⁻6 ഡിവൈഡഡ് ബൈ കപ്പാസിറ്റൻസ് നമ്മളിപ്പോൾ എത്ര കണ്ടുപിടിച്ചേ 5.5 ആണ് അപ്രോക്സിമേറ്റ് 5.5 ഇൻറ്റു 10⁻⁻9 അല്ലേ 5.5 ഇൻറ്റു 10⁻⁻9 ആണ്. സോ ഈ വാല്യൂ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് മുകളിലേക്ക് 10⁻³ കയറി വരും 10⁻³ വരും 2.5 ബൈ 5.5 നമുക്കറിയാം 2.5 ഇത് 5 ഇത് 2.5 ആയിരുന്നെങ്കിൽ ഡിനോമിനേറ്ററിൽ 2 കിട്ടും. ഇത് 5 ഇത് 2.5 ആണെങ്കിൽ 2.5 ബൈ 5 ആയിരുന്നു ഇത് കട്ട് ചെയ്യുമ്പോൾ താഴെ 2 കിട്ടും. അപ്പൊ 1/2 എന്ന് പറഞ്ഞാൽ 0.5 അപ്പൊ ഉറപ്പായിട്ട് ഇത് 0.5 കുറച്ച് കുറവായിരിക്കണം. ദാറ്റ് ഈസ് 0.45 വാട്ട് അല്ല ഇത് 10⁻³ ആണ് അല്ലെ 10⁻³ വാട്ട് ആണ്. സോ ആൻസർ ഈസ് 0.45 കിലോ വാട്ട് എന്ന് കിട്ടും. സോ ആ ക്വസ്റ്റ്യൻ നമുക്ക് ഈസി ആയിട്ടല്ല കാൽക്കുലേഷൻ ഉണ്ട് പക്ഷെ ചെയ്തെടുക്കാവുന്ന കോൺസെപ്റ്റ് ആണ്. നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലായി എന്ന വിശ്വാസത്തോടെ ഞാൻ അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് അടുത്ത കുറച്ച് കോൺസെപ്റ്റിലേക്ക് പോകാം. കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് ഇതാ ഞാൻ പറഞ്ഞത്. ഇത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. രണ്ട് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററുകൾ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ ഇതിൽ ഈ കാണുന്ന പ്ലേറ്റ് പോസിറ്റീവ് പ്ലേറ്റ് ആയിരിക്കും ഇത് നെഗറ്റീവ് പ്ലേറ്റ് ആയിരിക്കും. അവർക്ക് ഇൻ ബിറ്റ്വീൻ അവർക്ക് തമ്മിൽ ഒരു സെപ്പറേഷൻ ഉണ്ടായിരിക്കും. ആ സെപ്പറേഷനെ ഡി എന്ന് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ക്ലിയർ? അപ്പൊ ഇവിടെ നോക്കിക്കേ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഈസ് വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് കപ്പാസിറ്റർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 പാരലൽ കണ്ടക്ടിങ് പ്ലേറ്റ്സ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. ഇൻ ബിറ്റ്വീൻ അവർക്ക് ഒരു മീഡിയം ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഇവർക്ക് ഇൻ ബിറ്റ്വീൻ ഉള്ള മീഡിയം എയർ ആണെങ്കിൽ അതിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 1 ആയിരിക്കും. അതിന് പകരം വേറൊരു മീഡിയം കൊണ്ടുവച്ചാൽ ഉറപ്പായിട്ടും ആ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കപ്പാസിറ്റൻസിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് കപ്പാസിറ്റൻസ് കാണാം. ഒരു പാരലൽ പ്ലേറ്റിന്റെ കപ്പാസിറ്റൻസ് കാണാം. കപ്പാസിറ്റൻസ് C ഈക്വൽ ടു ε0 A ഡിവൈഡഡ് ബൈ D എന്ന് പറഞ്ഞൊരു വാല്യൂ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ε0 അതിനകത്തുള്ള മീഡിയത്തിന്റെ പെർമിബിലിറ്റി നമുക്കറിയാവുന്ന കാര്യമാണ്. ε0 ഇപ്പൊ റൈറ്റ് നാ അവിടെ ഐ എം റിയലി സോറി അതിനകത്തുള്ള മീഡിയത്തിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആൻഡ് എ എന്ന് പറയുന്നത് ഏരിയ ആ കാണുന്ന പ്ലേറ്റിന്റെ ഏരിയ ആൻഡ് ഡി ഈസ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി 2 പ്ലേറ്റ്സ് എന്നാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് 1-2 കാര്യങ്ങൾ പറയാം. കപ്പാസിറ്റൻസ് പ്രൊപ്പോർഷണൽ ടു ഏരിയ ആണ്. ഓൾസോ കപ്പാസിറ്റൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ആണ്. ഈ പ്രൊപ്പോർഷണാലിറ്റി വെച്ച് തന്നെ ക്വസ്റ്റ്യൻസ് പലതും ചോദിക്കാറുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളിവിടെ അത് കൊടുത്തിട്ടുണ്ട്. കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ഏരിയ ഓഫ് ദ പ്ലേറ്റ്, ഡൈഇലക്ട്രിക് മീഡിയം K ആൻഡ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് D. If air or free space as a dielectric medium, capacitance C equal to ε0 A by D എന്നാണ്. ഇനി അതിനകത്തേക്ക് ഒരു മീഡിയം വന്നാൽ ε0 into εr എന്ന് വരും. ഇക്വേഷൻ നമ്മൾ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. ഒരു മീഡിയം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് അത് അടുത്ത് പഠിക്കാനുണ്ടെന്നാണ് എന്റെ വിശ്വാസം. യെസ്, ഒരു ഡൈഇലക്ട്രിക് മീഡിയം അല്ലെങ്കിൽ അതിനകത്തേക്ക് വേറൊരു മീഡിയം ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് K അല്ലെങ്കിൽ εr എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുകൂടെ വന്നാൽ അത്രയും ടൈംസ് ഇൻക്രീസ് ചെയ്യും. അതായത് കപ്പാസിറ്റൻസ് ഇൻ എയർ, അതായത് അകത്തുള്ള മീഡിയം എയർ ആണെങ്കിൽ ഇക്വേഷൻ നമ്മൾ പഠിച്ചത് ε0 A ഡിവൈഡഡ് ബൈ D എന്നാ പഠിച്ചത്. ഒരു മീഡിയം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഇൻ കേസ് ഓഫ് മീഡിയം വന്നാൽ ഇക്വേഷൻ എന്താ പഠിച്ചത് ε0 ഇൻറ്റു K ഇൻറ്റു A ഡിവൈഡഡ് ബൈ D വിച്ച് ഈസ് ഈക്വൽ ടു K ടൈംസ് C ആയിട്ട് മാറി എന്നാണ് പറഞ്ഞത്. കാര്യം ഒരു മീഡിയം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്ത് അപ്പൊ അതിന്റെ K കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. K ടൈംസ് C വിച്ച് മീൻസ് ദാറ്റ് കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും. ക്ലിയർ? സോ കപ്പാസിറ്റൻസ് ഓഫ് മീഡിയം ഡിവൈഡഡ് ബൈ കപ്പാസിറ്റൻസ് ഇൻ എയർ അല്ലെങ്കിൽ വാക്വം വിച്ച് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. A capacitor has a capacitance of 50 microfarad which increases to 175 microfarad. അതായത് 50 മൈക്രോഫാരഡ് ആയിരുന്നു, അതിനെ 175 എത്തിക്കണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഡൈഇലക്ട്രിക് മീഡിയം ആഡ് ചെയ്യണം. അത്രയും ഡൈഇലക്ട്രിക് മീഡിയം ആഡ് ചെയ്യുമ്പോൾ അത് കൂടും നമ്മൾ പഠിച്ചതാണ്. യെസ്, വിത്ത് എ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. വാട്ട് ഈസ് ദ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ പഠിച്ച കോൺസെപ്റ്റ് അതല്ലേ, കപ്പാസിറ്റൻസ് ഇൻ മീഡിയം ബൈ കപ്പാസിറ്റർ ചെയ്താൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് വാല്യൂ കിട്ടും. അങ്ങനല്ലേ പഠിച്ചത്? സോ കപ്പാസിറ്റൻസ് ഇൻ മീഡിയം ഡിവൈഡഡ് ബൈ കപ്പാസിറ്റർ എന്ന് പറയുന്നതാണ് അവിടുത്തെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. അപ്പൊ മീഡിയം വന്നപ്പോ എത്ര ആയിട്ട് മാറി? 175 divided by 50 which is equal to a constant K. Clear? അപ്പൊ നമുക്ക് ഇത് കട്ട് ചെയ്യാലോ. 5 കൊണ്ട് കട്ട് ചെയ്യാം. 5 കൊണ്ടൊന്നും കട്ട് ചെയ്യണ്ട, ഡയറക്റ്റ് ഇത് കട്ട് ചെയ്യാലോ. സോ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും മക്കളെ? ഇത് കട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 3.5 ആണ്. 3.5 ആണ്. ഓപ്ഷൻ 3 എടുക്കാൻ പറ്റും.
ഓപ്ഷൻ 3 എടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. അടുത്ത ക്വസ്റ്റൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം. ശ്രദ്ധിച്ചിരിക്കുക. എ പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഹാസ് എ റെക്ടാംഗുലർ പ്ലേറ്റ് ഓഫ് 400 centimeter square area and its separation by the distance എത്രയാ? 2 mm. അവർ ആ പ്ലേറ്റിന്റെ പാരൽ പ്ലേറ്റിന്റെ ഏരിയ തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. വാട്ട് ചാർജ് വിൽ അപ്പിയർ on the plates if 200 volt potential difference is applied? അതായത് പ്ലേറ്റിന് അക്രോസ് 200 വോൾട്ട് കൊടുത്താൽ ചാർജ് എത്രയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ചാർജ് കാണാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ചാർജ്, അപ്പൊ ചാർജ് കാണാനുള്ള ഇക്വേഷൻ എന്താ? Q ഈക്വൽ ടു സി വി. വി തന്നിട്ടുണ്ട്, അപ്പൊ നമുക്ക് എന്തോടെ കണ്ടുപിടിക്കണം? സി കൂടി കണ്ടുപിടിക്കണം. അപ്പൊ കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാവുന്നത് എപ്സിലോൺ 0 എ ബൈ ഡി ആണ്. സോ എപ്സിലോൺ 0യുടെ വാല്യൂ എത്രയാ? 8.85 into 10 raised to minus 12 into area of cross section അല്ലെങ്കിൽ ഏരിയ ഓഫ് ദ പ്ലേറ്റ്. ഏരിയ എത്രയാണ്? 400 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ 10 raised to minus 4 അല്ലെ, സെന്റിമീറ്റർ സ്ക്വയർ. അതിനെ മീറ്റർ സ്ക്വയറിലോട്ട് മാറ്റി 400 into 10 raised to minus 4. ഏരിയ ആൻഡ് സെപ്പറേഷൻ തന്നിട്ടുണ്ട് ഡി. ഡി എന്ന് പറയുന്നത് 2 mm ആണ്. അപ്പൊ 2 into 10 raised to minus 3 മീറ്റർ എന്നാക്കാം. സോ നമുക്ക് ആ വാല്യൂ കൂടി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് 400 into 10 raised to minus 4 ഡിവൈഡഡ് ബൈ ഡി എന്ന് പറയുന്നത് 2 into 10 raised to minus 3 ആയിട്ട് മാറും. സോ നമുക്ക് ഇവിടുന്ന് വാല്യൂസ് കട്ട് ചെയ്യാം. വാല്യൂസ് കട്ട് ചെയ്യാൻ ഒരു കാര്യം ചെയ്യാം. നമുക്ക് എളുപ്പത്തിന് 16 10 raised to minus 3 10 raised to minus 4. അപ്പൊ ഇവിടെ ഒരു 10 raised to minus 1 വരും. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കേ. ഞാൻ ഈ 8 പോയിന്റ് എങ്ങനെ വേണേലും ചെയ്യാം, ഇങ്ങനെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. 8.85നെയും അതേപോലെ ഈ 4നെയും അല്ലെ, ഈ 4 അല്ലെങ്കിൽ ഈ 2 കൊണ്ട് അങ്ങ് കട്ട് ചെയ്യാം. ഈ 2 കൊണ്ട് ഈ 400നെ കട്ട് ചെയ്താൽ 200 എന്ന് കിട്ടും. അപ്പൊ 200ന്റെ ഒരു 2 ഇവിടെ വരും. ഇൻടു അല്ലെ, കട്ട് ചെയ്താൽ ഇവിടെ 200 വരും. അതിന്റെ ഒരു 2 മാത്രം ഞാൻ ഇങ്ങനെ എടുത്തു. അപ്പൊ ഇവിടെ 10 raised to minus 12, ഇവനോട് വന്നപ്പോ 10 raised to minus 13. അതിൽ നിന്ന് ഇവിടെ 2 0 ഉണ്ട്. അപ്പൊ 10 raised to minus 13 അത് പോയി കഴിഞ്ഞാൽ 10 raised to minus 11 എന്ന് കിട്ടും. ഓക്കെ, പക്ഷെ നമ്മളോട് ചോദിച്ചത് എന്ത് കാണാനാ? നമ്മളോട് ചോദിച്ചത് സി അല്ല, ക്യൂ കാണാനാണ്. അപ്പൊ Q ഈക്വൽ ടു സി വി ആണ്. സോ Q ഈക്വൽ ടു സി വി. സി എത്ര എഴുതിയത്? 8.85 into 2 into 10 raised to minus 11 into V എത്രയാ? V that is 200. 2 into 10 raised to 2 ആണ്. സോ 2 into 2 4. 8 into 4 32 ആണ്. 8.85 ആണ്. അപ്പൊ അപ്രോക്സിമേറ്റ് 32ന് പകരം 35ലേക്ക് എത്തും. അപ്രോക്സിമേറ്റ് ഓപ്ഷൻസ് നോക്ക്, 35 എന്നുള്ള റേഞ്ചിലാണ്. അപ്പൊ 35.4. അപ്പൊ 35.4 into 10 raised to minus 9 അല്ലെ, minus 9. 35.4 into 10 raised to minus 9. ഓക്കെ, ഓപ്ഷൻസിലേക്ക് നോക്കാം. ഓപ്ഷൻസിലേക്ക് നോക്കുമ്പോൾ 35.10 raised to minus 9 അതിൽ ഏറ്റവും ആപ്റ്റ് വരാൻ ഏതാ സാധ്യത? നിങ്ങൾ നോക്കി, ഇവിടെ ഒരു 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് 3.5 ആവും. 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് 3.5 ആവും. അപ്പൊ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 10 raised to minus 8 ആവും. സോ 3.54 into 10 raised to minus 8. യെസ്, ഓപ്ഷൻ 2 ഈസി ആയിട്ട് എടുക്കാം. ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ, പക്ഷെ കാൽക്കുലേഷൻ ഉണ്ട്. നമ്മൾ കുറച്ച് ശ്രമിച്ചാൽ അത് കിട്ടും. അടുത്തത് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് 2 ഡൈഇലക്ട്രിക് മീഡിയം കംപ്ലീറ്റ്ലി ഫിൽഡ്. നിങ്ങളിവിടെ നോക്കിക്കേ, നമ്മൾ തൊട്ടു മുമ്പ് പഠിച്ചൊരു കോൺസെപ്റ്റ് സിംഗിൾ പീസ് മാത്രം വരുന്ന കോൺസെപ്റ്റ് ആയിരുന്നു. അപ്പൊ അവിടെ നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ എന്തായിരുന്നു? കപ്പാസിറ്റൻസ് C ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 A ഡിവൈഡഡ് ബൈ D ഇഫ് എയർ ഈസ് ദ മീഡിയം. ഇനി ഇവിടെ നമുക്കൊരു ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് സിംഗിൾ മീഡിയം ആയിരുന്നെങ്കിൽ കപ്പാസിറ്റൻസ് C ഡാഷ് എന്ന് പറയുന്നത് എപ്സിലോൺ 0 into K into A by D എന്നായിരുന്നു അല്ലെ. എപ്സിലോൺ 0 K into A by D എന്നായിരുന്നു. നിങ്ങൾ ഇതിനെ അങ്ങ് റീഅറേഞ്ച് ചെയ്തേ, ഒരു മീഡിയം വരുമ്പോൾ അതിന് ഇതിനെ അങ്ങ് റീഅറേഞ്ച് ചെയ്താൽ എനിക്ക് ഇവരെ ഇങ്ങനെ എഴുതിക്കൂടെ? എപ്സിലോൺ 0 A ഡിവൈഡഡ് ബൈ D by K എന്ന് എഴുതിക്കൂടെ? ആക്ച്വലി അതാണ് ഇക്വേഷൻ. ഈ ഡിനെ, ഇവിടുത്തെ ഡിസ്റ്റൻസിനെ ഇതിന്റെ
കെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അത്രയും ടൈംസ് ഡിസ്റ്റൻസ് കുറഞ്ഞതിന്റെ ഇഫക്റ്റ് ആണ് അവിടെ ഉണ്ടാവുന്നത്. ഡി ബൈ കെ ടൈംസ് അവിടുത്തെ ഡിസ്റ്റൻസ് കുറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഈ കപ്പാസിറ്റൻസ് കൂടുന്നത്. അപ്പൊ ആ കെ മോളി വന്നതാണ് നമ്മൾ ഈ എഴുതുന്നത്. കത്തിയോ? അപ്പൊ അതേപോലെ ഇവിടെ രണ്ട് മീഡിയം വന്നപ്പോൾ d1/k1 d2/k2 ആയി. അത്രേ ഉള്ളൂ. ഇവിടെ d ബൈ കെക്ക് വരെ ഇവിടെ d1/k1 പ്ലസ് d2/k2 ആയി. എന്താ പ്രശ്നം? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഒരു കോൺസെപ്റ്റ് നോക്കാം. ഇവിടെ നോക്കിക്കേ, കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഇവിടെ നമ്മൾ ഡിഫറൻസ് തൊട്ട് മുമ്പ് പഠിച്ച കോൺസെപ്റ്റുമായിട്ട് വരുന്ന ഒരു ഡിഫറൻസ്, ഇവിടെ ഡിഫറന്റ് രണ്ട് ഡൈഇലക്ട്രിക് മീഡിയങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു നമ്മൾ d1/k1 d2/k2. k1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഡൈഇലക്ട്രിക് മീഡിയത്തിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്, k2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മീഡിയത്തിന്റെ ആയിരുന്നു. ഇവിടെ ചെറിയൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം എയർ ആയിട്ട് മാറി. അപ്പൊ ചെറിയ ഡിഫറൻസ് വരുന്നു. ഒന്നുമില്ല, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. തൊട്ട് മുമ്പ് പഠിച്ച കോൺസെപ്റ്റ് വെച്ചായിരുന്നെങ്കിൽ ഈ കാണുന്ന ഡിസ്റ്റൻസ് d1 ആയിരുന്നു, ഈ കാണുന്ന ഡിസ്റ്റൻസ് d2 ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? നമ്മൾ പഠിച്ച കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ C ഈസ് ഈക്വൽ ടു ε0A ഡിവൈഡഡ് ബൈ d1/k1 പ്ലസ് d2/k2 എന്നാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, d1/k1 പ്ലസ് d2/k2 എന്നാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ ആകെ വന്ന ഡിഫറൻസ് എന്താ? d1 എന്ന് പറയുന്നത് ഫസ്റ്റ് ആളുടെ ആ തിക്നെസ് ആണ്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനകത്ത് ഇങ്ങനെയാ തന്നിരിക്കുന്നത്, ഇവിടെ വെച്ചിരിക്കുന്ന ഡൈഇലക്ട്രിക് മീഡിയത്തിന്റെ തിക്നെസ് T. അപ്പൊ ഈ റിമൈനിങ് തിക്നെസ്, ഈ റിമൈനിങ് വരുന്ന ഈ ഡിസ്റ്റൻസിനെ എനിക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് d ആണ്. അപ്പൊ ഈ ഡിസ്റ്റൻസിനെ എനിക്ക് എങ്ങനെ എഴുതാം? d മൈനസ് ടി എന്ന് എഴുതി കൂടി. അപ്പൊ ഈ d1 പകരം അവിടെ d മൈനസ് ടി വന്നു. ഡിവൈഡഡ് ബൈ k എയർ ആയിട്ട് മാറി. k1 എന്ന് പറഞ്ഞാൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് എയർ ആണ്. പ്ലസ് അടുത്തത് തിക്നെസ്, നമ്മുടെ ഇവിടെ ഇക്വേഷൻ d2 ആയിരുന്നു. d2 എന്ന് പറഞ്ഞാൽ ഇതാണ്, അത് തിക്നെസ് t എന്ന് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ t ഡിവൈഡഡ് ബൈ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് എ മീഡിയം, അതാണ് k സഫിക്സ് m എന്ന് എടുത്തിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട്. അപ്പൊ ഈ ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മതി, ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മതി, അതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്ത കോൺസെപ്റ്റിൽ ചെറിയൊരു മാറ്റം, ഒന്ന് k എയർ ആയി, അടുത്തത് ഇത് k സഫിക്സ് c എന്നുകൊണ്ട് എന്താ? അത് കോപ്പർ ആണ്. അപ്പൊ ഒരു കോപ്പർ കണ്ടക്ടർ ആണ് അവിടെ വെക്കുന്നതെങ്കിൽ അതിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഇൻഫിനിറ്റി ആണ്. ആ വാല്യൂ നമുക്ക് പഠിക്കാനുണ്ട്, വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഇക്വേഷൻ ഇത്ര ഉള്ളൂ, d മൈനസ് ടി ബൈ കെ എയർ, അടുത്ത ടി ബൈ കെ കോപ്പർ ആയിട്ട് മാറി, അതിന്റെ ഇൻഫിനിറ്റി ആണ്. ആ ഇൻഫിനിറ്റി വാല്യൂ എനി നമ്പർ ബൈ ഇൻഫിനിറ്റി 0 ആണ്. ആ ടേം അങ്ങ് നഷ്ടപ്പെടും. നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് വെക്കുക. അപ്പൊ ഇതൊക്കെ നമ്മളൊന്ന് പഠിച്ചു വെച്ചാൽ, ഡയറക്റ്റ് ആ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇത് d മൈനസ് ടി ബൈ കെ ആർ ടി ബൈ കെ എം എന്നൊന്നും പഠിച്ചിരിക്കണമെന്ന് ഞാൻ പഠിച്ചിരിക്കണം. പഠിച്ചാൽ നല്ല കാര്യം, പക്ഷെ ഇതറിയാമെങ്കിൽ നമുക്ക് ഇതൊക്കെ അപ്ലൈ ചെയ്യാം. ഇനി ഈ മെത്തേഡ് തന്നെ അപ്ലൈ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അകത്ത് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റുകൾ വന്നാൽ ആ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റുകളുടെ ഇക്വലൻസ് കണ്ടുപിടിച്ച് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. റൈറ്റ് നൗ നമ്മൾ കപ്പാസിറ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിച്ചത് കപ്പാസിറ്ററിന്റെ ജനറൽ ഇക്വേഷൻ വെച്ചിട്ടല്ലേ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിനെ പുട്ട് ചെയ്തത്. ഇനി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, ഇതിന് പകരം നമുക്ക് വേറൊരു മെത്തേഡ് പഠിക്കാൻ പറ്റും. ഇവിടെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഉണ്ട്, അവിടെ ഒരു ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഉണ്ട്. അപ്പൊ അവരുടെ ഇഫക്റ്റീവ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കണ്ടുപിടിച്ചിട്ട് അത് കപ്പാസിറ്ററിലേക്ക് കൊടുക്കും. അങ്ങനെയും ചെയ്യാം. ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. ക്ലിയർ? ഓക്കെ അല്ലേ? എന്നാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ സ്ലാബ് ഓഫ് മെറ്റീരിയൽ ഓഫ് dielectric constant K has same area as of plate, okay, as a parallel plate, but has the thickness T. അതായത് ഒന്നുമില്ല, സിംപ്ലി ഇത്രയേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഇവിടെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. ഇവർക്ക് ഇൻ ബിറ്റ്വീനേക്ക് നിങ്ങൾ എന്ത് ചെയ്തു? ഒരു മീഡിയം കൊണ്ടുവച്ചു. ക്ലിയർ? എന്നിട്ട് എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? തിക്നെസ് ലെസ് ദാൻ ഡി ആണെന്ന് പറയുന്നുണ്ട്. അതായത് ഈ പാരലൽ പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി ആണ്, ഇതിന്റെ തിക്നെസ് ആണ് ടി. അപ്പൊ ബാക്കിയുള്ള അത്രയും സ്ഥലത്ത് ആരാ? എയർ ആണ്. അപ്പൊ കപ്പാസിറ്റൻസ് കാണാൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ? ε0A ഡിവൈഡഡ് ബൈ അടുത്ത എന്താ? കപ്പാസിറ്റൻസ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്, ഇവിടുത്തെ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ അവന്റെ കറസ്പോണ്ടിങ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. അപ്പൊ അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തേത് ആരാണ്? എയർ ആണ്. അപ്പൊ അവിടുത്തെ ഡൈഇലക്ട്രിക് ഡിസ്റ്റൻസ് എത്രയാണ്? d മൈനസ് ടി ഡിവൈഡഡ് ബൈ കെ എയർ പ്ലസ് അടുത്തത് റിമൈനിങ് തിക്നെസ് എന്ന് പറയുന്നത് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് അവന്റെ തിക്നെസ് ആണ് ബൈ കെ. ക്ലിയർ?
യെസ്. അപ്പൊ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ, ഡയറക്റ്റ് ആ വാല്യൂ തന്നെയല്ലേ ഓപ്ഷൻസ് അങ്ങനെ തന്നെ അല്ലേ. അതെ, ഫൈൻഡ് റേഷ്യോ ഓഫ് ദ കപ്പാസിറ്റൻസ് വിത്ത് ഡൈഇലക്ട്രിക് സ്ലാബ് ഇൻസൈഡ് ഇറ്റ്സ് കപ്പാസിറ്റൻസ് വിത്തൗട്ട് ഡൈഇലക്ട്രിക് സ്ലാബ്. മക്കളെ വിത്ത് ഡൈഇലക്ട്രിക് സ്ലാബ് ആണ് ഇത് വരും, വിത്ത് ഡൈഇലക്ട്രിക് സ്ലാബ് വന്നപ്പോഴത്തേക്ക് ഇത് വരും. ഇനി ഡൈഇലക്ട്രിക് സ്ലാബ് എടുത്ത് കളഞ്ഞാൽ അപ്പൊ ഈ കപ്പാസിറ്റൻസ് വിത്ത് ഡൈഇലക്ട്രിക് സ്ലാബ് ഞാൻ സി ഡാഷ് എന്ന് വിളിക്കുക. അപ്പൊ ഈ ഡൈഇലക്ട്രിക് സ്ലാബ് ഇല്ലെങ്കിൽ സി ഈസ് ഈക്വൽ ടു എന്ത് വരും, എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഡി എന്ന് വരും, ഡിസ്റ്റൻസ് ഡി എന്ന് വരും. ക്ലിയർ. അപ്പൊ ഇത് തമ്മിലുള്ള റേഷ്യോ അല്ലേ ചോദിച്ചിരിക്കുന്നത്, വിത്ത് ആൻഡ് വിത്തൗട്ട് അവർ തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചത്. അതായത് സി ഡാഷ് ബൈ സി ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് തമ്മിൽ നിങ്ങൾ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ എപ്സിലോൺ 0യും ഈ എപ്സിലോൺ 0യും കട്ടായി പോകും, ഈ ഡി അങ്ങ് ന്യൂമറേറ്ററി വരും. സോ ഡി ഡിവൈഡഡ് ബൈ അല്ലെ, ഈ ഡി ന്യൂമറേറ്റർ ഞാൻ റേഷ്യോ എടുത്ത് എപ്സിലോൺ 0 കട്ടായി ഡി മോളി വരും. ഇവിടെ ഡി മൈനസ് ടി ഡിവൈഡഡ് ബൈ കെ എയർ ആണ് അല്ലെ, കെ എയർ ആണ്. അപ്പൊ അത് 1 ആണ്. അപ്പൊ അത് ഡി മൈനസ് ടി എന്ന് മാത്രം എഴുതിയാൽ മതി. ഡി മൈനസ് ടി പ്ലസ് ടി ബൈ കെ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ കെ ന്യൂമറേറ്ററി പോകും. സോ കെ ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ കെ ഇൻറ്റു ഡി മൈനസ് ടി പ്ലസ് ടി എന്ന് വരും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, ഡി കെ. അപ്പൊ ഇത് നോക്കിക്കേ, കെ ഡി മൈനസ് കെ ടി പ്ലസ് ടി എന്ന് വരും. ഓപ്ഷൻ 3 എടുക്കാൻ പറ്റും, ഡയറക്റ്റ് നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്ന കോൺസെപ്റ്റ് ആണ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ പാരലൽ പ്ലേറ്റ് എയർ കപ്പാസിറ്റർ ഹാസ് കപ്പാസിറ്റൻസ് സി. അതായത് എയർ ഉള്ളപ്പോൾ, മീഡിയം എയർ ആകുമ്പോൾ കപ്പാസിറ്റൻസ് സി ആണെന്ന് തന്നു. when it is half filled with dielectric constant 5, നേരെ പകുതി ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്, നേരെ ഹാഫ് പോർഷൻ എന്ന് വെച്ചാൽ d/2 ഡിസ്റ്റൻസിൽ നിങ്ങളൊരു ഡൈഇലക്ട്രിക് ഫില്ല് ചെയ്യുന്നു, അതിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 5 ആണെന്ന് തന്നു. ദ പെർസെന്റേജ് ഇൻക്രീസ് ഇൻ ദ കപ്പാസിറ്റർ. ശരിയാ, ഡൈഇലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കപ്പാസിറ്റൻസ് കൂടുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ റൈറ്റ് നൗ ഈ സമയത്തുള്ള കപ്പാസിറ്റൻസിനെ ഞാൻ സി ഡാഷ് എന്ന് വിളിക്കുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ അല്ലെ, എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ നമുക്ക് എന്താ എഴുതാം, ഫസ്റ്റ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് d/2 ആണ്. എപ്സിലോൺ 0 എ ഡിസ്റ്റൻസ് d/2 ആണ്, ഡിവൈഡഡ് ബൈ, അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഇക്വേഷൻ എഴുതി നോക്കുക, d1 ബൈ k1 പ്ലസ് d2 ബൈ k2 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു. ക്വസ്റ്റ്യനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. ഇതാണ് നമ്മുടെ കപ്പാസിറ്റർ പ്ലേറ്റ്, അതിൽ എന്താ, when it is half filled with dielectric constant 5, അതായത് ഇതിന്റെ നേരെ എക്സാക്ട് പകുതി ഇത്രയും പോർഷൻ നിങ്ങൾ ഡൈഇലക്ട്രിക് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ തിക്നെസ് ആണ് ടി. ആ ടി എന്ന് പറഞ്ഞ എത്ര, നേരെ പകുതി, അപ്പൊ d/2 ആണ്. അപ്പൊ ഈ റിമൈനിങ് തിക്നെസ് എയർ ഉള്ള അത്രയിടത്തും എത്ര തന്നെയാണ്, d/2 ആണ്. ഇവന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എത്ര, ഇവന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 5 ആണ്, ഇത് എയർ ആണ്, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് 1 ആണ്. ക്ലിയർ. അപ്പൊ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട്, എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ ഡി, എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ d1 ദാറ്റ് ഈസ് d/2 അല്ലെ, d/2 ബൈ k1 എയർ എന്ന് എടുത്തോളൂ, അപ്പൊ അത് 1 ആയി. അടുത്ത പ്ലസ് d/2 ഇൻറ്റു k2, അത് 5 ആണ്. സോ ഇത് എത്ര വരും മക്കളെ, എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ, ഇത് d/2 പ്ലസ് d/10 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10d പ്ലസ് 2d ദാറ്റ് ഈസ് 12d. എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ 12d ഇൻറ്റു 2 ഇൻറ്റു 10 ദാറ്റ് ഈസ് 20. അപ്പൊ ഇവിടെ ഒരു 20 എന്ന് വരും. അപ്പൊ നമുക്ക് ഇവനെ കട്ട് ചെയ്യാം. ചെയ്യുമ്പോൾ എത്ര കിട്ടും, 3 കൊണ്ട് കട്ട് ചെയ്യാമല്ലോ, 5 അല്ലേ, അല്ല സോറി 4 കൊണ്ട് കട്ട് ചെയ്യാം. 5 × 4 20, 3 × 4 12. ഇനി ഇവിടെ ഒരു എപ്സിലോൺ 0 a/d കണ്ടോ, ആ എപ്സിലോൺ 0 a/d ആരാ, സി ആണ്. സി എന്ന് പറഞ്ഞാൽ എപ്സിലോൺ 0 a/d ആണ്. അപ്പൊ ഈ എപ്സിലോൺ 0 a/dക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം, സി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 5/3 സി എന്ന് കിട്ടി, 5/3 സി എന്ന് കിട്ടി. അപ്പൊ ഇവിടുന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്, അതായത് ഇനിഷ്യൽ കപ്പാസിറ്റൻസ് സി ആയിരുന്നു, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആഡ് ചെയ്തിട്ട് സി ഡാഷ് ആക്കി മാറ്റി.
ആ സി ഡാഷിന്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയത് 5/3 C. അപ്പൊ അങ്ങനെയാണ് അവിടെ എത്ര അഡീഷൻ കൂടി, ഡൈഇലക്ട്രിക് ആഡ് ചെയ്തപ്പോ എത്ര വാല്യൂ കൂടി, ഡെൽറ്റ സി എടുത്താൽ പോരെ. അതെന്ന് പറഞ്ഞാൽ സി ഡാഷ് മൈനസ് സി അല്ലേ, സി ഡാഷ് 5/3 C അല്ലേ, മൈനസ് സി അല്ലേ. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5C മൈനസ് 3C ദാറ്റ് ഈസ് ഈക്വൽ ടു 2C/3 അല്ലേ. ഇത്രയുമാണ് അഡീഷൻ കൂടിയത്. നേരത്തെ സി ആയിരുന്നു, ഇപ്പൊ 5/3 C ആ സി കുറച്ചാൽ മതി, എത്ര കൂടിയെന്ന് കിട്ടും. അപ്പൊ അത് 2C/3 ആയിരുന്നു. പെർസെന്റേജിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഇൻറ്റു 100 ചെയ്താൽ മതി. സോ 200/3C എന്ന് കിട്ടും. 200/3 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് 66.6%. അത്രയുമാണ് ഇൻക്രീസ്, അത്രയും പെർസെന്റേജ് ഓഫ് സി ആണ് കൂടുന്നത്. ക്ലിയർ? സോ ആൻസർ ഈസ് ഓപ്ഷൻ 2. സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും, പക്കയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇത് ചെയ്തു പോകുന്നത്, വളരെ സമാധാനമായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ചെയ്തു പോകുന്നത്. അപ്പൊ നിങ്ങൾ ഇത് പ്രോപ്പർ ആയിട്ട് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വേണം പോകാൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ബിക്കം 4/3 ടൈംസ് ഇറ്റ്സ് ഒറിജിനൽ വാല്യൂ. കപ്പാസിറ്റൻസ് എത്രയായിട്ട് മാറി, 4/3 ടൈംസ് ആയി. അതായത് നേരത്തെ സി ആയിരുന്നു, അപ്പൊ പുതിയ സി ഡാഷ് എന്ന് പറഞ്ഞാൽ 4/3 ടൈംസ് സി ആയിട്ട് മാറി. ഓക്കെ, ഇറ്റ്സ് ഒറിജിനൽ വാല്യൂ. ഇഫ് ഡൈഇലക്ട്രിക് സ്ലാബ് ഓഫ് തിക്നെസ് പുതിയ ഡൈഇലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്തു, എന്നാലേ കപ്പാസിറ്റൻസ് കൂടത്തുള്ളൂ. അതിന്റെ തിക്നെസ് തന്നിട്ടുണ്ട്, T is equal to D/2 is inserted between the plates. Okay, what is the dielectric constant of the slab എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, D/2 ഡിസ്റ്റൻസിലാണ് ഡൈഇലക്ട്രിക് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഇവിടെ നിങ്ങൾ നോക്കിക്കേ. ഫസ്റ്റ് കേസിൽ കപ്പാസിറ്റൻസ് സി എന്ന് പറഞ്ഞാൽ ε0 A/D ആണ്. അതിലാർക്കും ഡൗട്ട് ഇല്ല, തർക്കമില്ല. രണ്ടാമത്തെ കേസിലെ കപ്പാസിറ്റൻസ് സി ഡാഷ് എന്ന് പറഞ്ഞാൽ ε0 A ഡിവൈഡഡ് ബൈ ഫസ്റ്റ് വൺ എന്താ, D1/K1. D1 എന്ന് പറഞ്ഞാൽ പകുതിയാണ് അല്ലെ. ഇപ്പൊ ഇതാണ് നമ്മുടെ കപ്പാസിറ്റർ പ്ലേറ്റ്. ഇപ്പൊ നമ്മൾ പഠിച്ചതല്ലേ ഉള്ളൂ, ഇപ്പൊ പഠിച്ചതേ കോൺസെപ്റ്റ്, എല്ലാം ഹാഫ് ഫിൽഡ് വെച്ചാ ചോദിക്കുന്നത്. ഇതില് ഹാഫ് പോർഷനിലാണ് നിങ്ങൾ എക്സാക്ട് ഡൈഇലക്ട്രിക് മീഡിയം വരുന്നത്, അടുത്ത പോർഷനിൽ ഇല്ല. അപ്പം ഇവിടെ ε0 A/D1/K1. D1 എന്ന് പറഞ്ഞാൽ എയർ ആണ്, അത് ഡിസ്റ്റൻസ് D/2 ആണ്. അപ്പൊ D1/K1 എന്ന് പറഞ്ഞാൽ 1 ആണ്. പ്ലസ് D2, അത് D/2 തന്നെയാണ്. D2/K2. K2 എത്രയാണ്, അതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പൊ ബൈ കെ എന്ന് എഴുതാം. മനസ്സിലായില്ല? ഫസ്റ്റ് വൺ D1/K1 ദാറ്റ് ഈസ് എയർ 1. അടുത്തത് പ്ലസ് D2 ദാറ്റ് ഈസ് D/2 ബൈ K2. എനിക്കറിയില്ല, അപ്പൊ ഇത് ഇവന്റെ ഡൈഇലക്ട്രിക് മീഡിയം ആണ്, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്, K എന്ന് ഞാൻ വിളിച്ചത്. അപ്പൊ അതാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ക്ലിയർ? അപ്പൊ ഇത് രണ്ടുകൂടെ നമുക്ക് റേഷ്യോ എടുക്കാം. ഇത് രണ്ടുകൂടെ റേഷ്യോ എടുത്താൽ സി ഡാഷ് ബൈ സി. ഞാൻ റേഷ്യോ എടുത്താൽ ε0A കട്ടായി പോകും. സി ഡാഷ് ആണ് ചെയ്യുന്നത്, ഇതേ ബൈ ഇതാ ചെയ്തത്. അപ്പൊ ഇതേ ബൈ ഇത് ചെയ്യുമ്പോൾ ഇതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പൊ എന്നാ വരും, D/2 പ്ലസ് D/2K ഇൻറ്റു റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ, ആണോ? ε0A ബൈ ഇത് ഡിവൈഡഡ് ബൈ, ഓക്കെ, ഡി മോളിൽ പോകും. ഡി ആണ് മോളിൽ പോയത്, തെറ്റിയതാണ് എനിക്ക്. ഡി അല്ലെ, ഇൻവേഴ്സ് അല്ലേ, ഡി ഡിവൈഡഡ് ബൈ യെസ് D/2K പ്ലസ് D/2K. ഇവിടുന്ന് ഡി എല്ലാം കോമൺ ആയിട്ട് എടുത്ത് കട്ട് ചെയ്താണ്. സോ എന്ത് വരും, 1 ഡിവൈഡഡ് ബൈ ഇത് 2K പ്ലസ് 2 അല്ലേ, 2K പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2 × 2 4K. അപ്പൊ അത് ന്യൂമറേറ്ററിൽ പോകുന്നു 4K. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സി ഡാഷ് എത്ര ടൈംസ് സി ആയെന്നാ പറഞ്ഞത്, 4/3 ടൈംസ് സി ആയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സി ഡാഷ് ബൈ സി ആരാ, 4/3 ആ. സി ഡാഷ് ബൈ സി ആരാ, ദാറ്റ് ഈസ് 4/3. അപ്പൊ ഇവിടുന്ന് എനിക്ക് ഒരു 4ഉം കട്ട് ചെയ്യാം. സോ ഇവിടുന്ന് K കിട്ടും. K ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ 3K ഈസ് ഈക്വൽ ടു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3K ഈസ് ഈക്വൽ ടു 2K പ്ലസ് 2 ആണ്. ഇവിടെ ഡിഫറൻസ് എടുക്കുമ്പോൾ K ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. K ഈസ് ഈക്വൽ ടു 2. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് കടക്കാം. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ.
ഇത് നമ്മളെല്ലാവരും പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഈ ഇക്വേഷൻസ് എല്ലാവർക്കും അറിയായിരിക്കും. ഇതിന്റെ ഡെറിവേഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന അല്ലെങ്കിൽ ഒരു JEE എക്സാം എഴുതാൻ പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇതിന്റെ ഡെറിവേഷൻ അല്ല, ഉറപ്പായിട്ടും ഇക്വേഷൻസ് ബൈഹാർട്ട് ചെയ്ത് തന്നെ വെക്കുക. ഇനി നമുക്ക് അതിനുള്ള ഒരു സമയമുള്ളൂ, അത് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം മക്കൾ ഇവിടെ നിന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഒരു കപ്പാസിറ്റർ പ്ലേറ്റ്, ഈ കപ്പാസിറ്റർ പ്ലേറ്റിന് അക്രോസ് ഇവിടെ ഇപ്പൊ ഡൈഇലക്ട്രിക് മീഡിയം ഉണ്ട്, നമ്മൾ അതിന് അക്രോസ് ഒരു ബാറ്ററി അല്ലെങ്കിൽ ഒരു സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കപ്പാസിറ്റർ പ്ലേറ്റിന് അക്രോസ് ഈ വി പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അതിന് അക്രോസ് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എപ്പോഴും കീപ്പ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ബാറ്ററി അവിടെ ഒരു വർക്ക് ഡൺ ചെയ്യണം. നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ ചെയ്യുന്ന വർക്ക് ഡൺ, അതായത് ഇവിടെ ഒരു വി പൊട്ടൻഷ്യൽ അവിടെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം എന്തായാലും പോസിറ്റീവ് പ്ലേറ്റിൽ നിന്ന് നെഗറ്റീവ് പ്ലേറ്റിലോട്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് അല്ലേ? അപ്പൊ ഉറപ്പായിട്ടും നമ്മൾ ആ ഇലക്ട്രിക് ഫീൽഡിന് അഗൻസ്റ്റ് അവിടെ ഒരു വർക്ക് ഡൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ചെയ്യുന്ന വർക്ക് ഡൺ ആണ് ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് അല്ലെങ്കിൽ എനർജി ആയിട്ട് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇതിനൊരു യൂണിവേഴ്സൽ തിയറം ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ മനസ്സിലാക്കി വെക്കാൻ പറ്റും. വർക്ക് ഡൺ ബൈ ദ ബാറ്ററി, ഈ ബാറ്ററി ചെയ്യുന്ന വർക്ക് ഡൺ ആണ് അവിടെ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത് പറഞ്ഞല്ലോ. പക്ഷെ ഈ ചെയ്യപ്പെടുന്ന മുഴുവൻ വർക്ക് ഡണ്ണും അവിടെ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടത്തില്ല. അതിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് ആണ്. അതിൽ 50% എനർജി ഈസ് സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ ആൻഡ് റിമൈനിങ് 50% എനർജി ലോസ്റ്റ് ആസ് ഹീറ്റ്. അതായത് ഹീറ്റ് എനർജി ആയിട്ട് 50% നഷ്ടപ്പെടുകയും ബാക്കിയുള്ള 50% അവിടെ സ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യും. ആക്ച്വലി വർക്ക് ഡൺ കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന ബേസിക് ഇക്വേഷൻ എന്താ? നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ഓൺ ചാർജ് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവിടുന്ന് നമുക്ക് വർക്ക് ഡൺ പറയാൻ പറ്റും, വർക്ക് ഡൺ ഈക്വൽ ടു Q ഇൻറ്റു V ആണെന്ന് പറയാൻ പറ്റും അല്ലെ? Q ഇൻറ്റു V ആണെന്ന് പറയാൻ പറ്റും. ഇതാണ് ടോട്ടൽ വർക്ക് ഡൺ ബൈ ദി സെല്ല്. പക്ഷേ ഇതിന്റെ 50%, 50% എന്ന് പറഞ്ഞാൽ 1/2. അപ്പൊ അതാണ് ഈ ഇക്വേഷൻ കയറി വന്നിരിക്കുന്നത്, 1/2 QV, ഹാഫ് QV. അത്രയും എനർജിയാണ് ഇതിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. പിന്നെ നമുക്ക് ഇവിടെ വിക്ക് Q ഈക്വൽ ടു CV എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിയുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻസ് ആണ് ഹാഫ് CV², ഹാഫ് QV ആൻഡ് Q²/2C. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കോൺസെപ്റ്റ് നോക്കാം, എനർജി ഡെൻസിറ്റി ഓഫ് എ കപ്പാസിറ്റർ. മക്കളെ, എനർജി ഡെൻസിറ്റി വിച്ച് മീൻസ് ദാറ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എനർജി, ഓർത്ത് വെക്കുക, എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം ആണ് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് എനർജി ഡെൻസിറ്റി, എനർജി പെർ യൂണിറ്റ് വോളിയം. അതാണ് ആര്? എനർജി ഡെൻസിറ്റി, എനർജി ഡെൻസിറ്റി. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, എനർജി ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. എനർജി എന്ന് പറയുന്നത് ഹാഫ് CV² ആണ് എന്ന് നമ്മൾ ഇൻ ടേംസ് ഓഫ് കപ്പാസിറ്ററിൽ പഠിച്ചതാ. ഹാഫ് CV² ഡിവൈഡഡ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ ഈ കപ്പാസിറ്റർ പ്ലേറ്റിന്റെ ഇഫക്റ്റീവ് വോളിയം. അപ്പൊ വോളിയം കാണാൻ എന്തെടുത്താൽ മതി? ഏരിയനെ കപ്പാസിറ്റർ പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഏരിയനെ കപ്പാസിറ്റർ പ്ലേറ്റ് കൊണ്ടുള്ള ഡിസ്റ്റൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കിട്ടുന്ന ടേം ആണ് എനർജി ഡെൻസിറ്റിയുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/2 ε0 E² ആണ് ജനറൽ ഇക്വേഷൻ. 1/2 ε0 E². ε0 നമുക്കറിയാം ഹാഫ് കോൺസ്റ്റന്റ് ആണ്. E എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ആണ്. പക്ഷെ ഇവിടെ കണ്ട ഒരു K കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അതെന്താ? ε0നെ K കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഡൈഇലക്ട്രിക് മീഡിയം ഉള്ളത് കൊണ്ടാണ്. ഈ ഇക്വേഷൻ എവിടെ അപ്ലൈ ചെയ്യുന്നത്? എയർ ആണ് മീഡിയം എങ്കിൽ ഹാഫ് ε0 E² എന്ന് നമ്മൾ അപ്ലൈ ചെയ്താൽ കപ്പാസിറ്റർ പ്ലേറ്റിന് ഇൻ ബിറ്റ്വീൻ ഉള്ള മീഡിയം എയർ ആയിരിക്കണം. ഹാഫ് ε0 ഇൻറ്റു K അല്ലെങ്കിൽ εr എന്ന് പറയുന്നൊരു വാല്യൂ കൊണ്ട് നമ്മൾ അഡീഷണലി മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി എ മീഡിയം. അവർക്ക് ഇൻ ബിറ്റ്വീൻ ഒരു മീഡിയം ഉണ്ടായിരിക്കും. എയർ ആണെങ്കിൽ അത് 1 ആയി. ക്ലിയർ? ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം, ഇൻ ടേംസ് ഓഫ് എയറിലും ഇൻ ടേംസ് ഓഫ് എ ഡൈഇലക്ട്രിക് മീഡിയം. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് വെച്ച് ക്വസ്റ്റ്യൻ ചോദിച്ച് കാണാറുണ്ട്. An uncharged capacitor is connected to a battery. On charging the capacitor, all the energy supplied is stored in the capacitor. ഇല്ല, നമുക്കറിയാം എന്തായാലും ലോസ് അവിടെ ഉണ്ടായിരിക്കും. അടുത്തത് ഹാഫ് ദ എനർജി സപ്ലൈഡ് ഈസ് സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ. അത് ശരിയാണ്. ഹാഫ് ഓഫ് ദ എനർജി 50% സ്റ്റോർ ചെയ്യപ്പെടത്തുള്ളൂ, ബാക്കി 50% ഹീറ്റ് ആയിട്ട് ലോസ് വരും എന്ന് നമുക്കറിയാം. സോ വളരെ ഈസി ആയിട്ട് സെക്കൻഡ് ഓപ്ഷൻ എടുക്കാവുന്നതാണ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. A 12 picofarad capacitor is connected to a 50 volt battery. The electrostatic energy stored in nanojoule. കപ്പാസിറ്ററിൽ ചോദിച്ചിരിക്കുന്ന നാനോജൂളില ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി നമുക്കറിയാം. എനർജി സ്റ്റോർഡ് കപ്പാസിറ്റൻസ് തന്നിട്ടുള്ളത് കൊണ്ട് ഇൻ ടേംസ് ഓഫ് സിയിലുള്ള ഇക്വേഷൻ എഴുതുന്നത് ഹാഫ് CV² വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു വാല്യൂ കപ്പാസിറ്റൻസ് 12 പൈക്കോഫാരഡ് ആണ്. അപ്പൊ 12 ഇൻറ്റു 10⁻⁻12 ഇൻറ്റു വി എത്ര?
50 V50 ആണ്. 50ന്റെ സ്ക്വയർ 25 ഇൻറ്റു 10⁻² എന്ന് എഴുതാം. 50ന്റെ സ്ക്വയർ. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് വാല്യൂസ് കട്ട് ചെയ്യാം. ഇവനെയും കൂടെ കട്ട് ചെയ്താൽ ഇവിടെ ഒരു 6 കിട്ടും. 6 ഇൻറ്റു 25 അത് 150 ആണ്. ഇൻറ്റു ഇവിടെ നോക്കിക്കേ 10⁻⁻12ഉം ഇവിടെ ഒരു 10⁻² ആണ്. അപ്പൊ അഗെയിൻ അത് 10⁻⁻10 ആവും. സോ നമുക്ക് ഇവനെ 15 ഇൻറ്റു 10⁻⁻9 ജൂൾ എന്ന് എഴുതാം, അല്ലെങ്കിൽ 15 നാനോ ജൂൾ എന്ന് വളരെ ഈസി ആയിട്ട് ആൻസർ കിട്ടും. ഓപ്ഷൻ 1 എടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സർഫസ് ചാർജ് ഡെൻസിറ്റി ഓൺ ദ പോസിറ്റീവ് പ്ലേറ്റ് ഓഫ് എ ചാർജ്ഡ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഈസ് സിഗ്മ. എനർജി ഡെൻസിറ്റി ഇൻ ദി ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എനർജി ഡെൻസിറ്റി നിങ്ങൾ നോക്കിക്കേ, സിഗ്മയിലും എപ്സിലോൺ സീറോയിലും ഒക്കെയാണ് ഓപ്ഷൻ. നമ്മളോട് ചോദിച്ചിരിക്കുന്ന എനർജി ഡെൻസിറ്റി കാണാനാണ്. ദാറ്റ് ഈസ് എനർജി പെർ യൂണിറ്റ് വോളിയം. നമ്മൾ പഠിച്ച ജനറൽ ഇക്വേഷൻ എന്താ? 1/2 എപ്സിലോൺ 0 ഇ സ്ക്വയർ. 1/2 എപ്സിലോൺ 0 ഇ സ്ക്വയർ ആണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, സിഗ്മയിലും എപ്സിലോൺ സീറോയിലുമാണ് നമ്മുടെ ഓപ്ഷൻസുകൾ. അപ്പൊ ഉറപ്പായിട്ട് ഇവിടെ നമ്മൾ സിഗ്മ എപ്സിലോൺ സീറോ ടേമിലേക്ക് നമ്മൾ ഇവനെ കൊണ്ടുവരണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇലക്ട്രിക് ഫീൽഡിന് നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സിഗ്മ ബൈ എപ്സിലോൺ സീറോ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ആദ്യ പോർഷനുകൾ, ഇതിന്റെ തൊട്ട് മുമ്പ് വരുന്ന ആദ്യ പോർഷനുകളിൽ നമ്മൾ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ജനറൽ ഇക്വേഷൻ. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതുമാണ്. അതായത് രണ്ട് പാരലൽ പ്ലേറ്റ് വെച്ചിട്ട് അതിന്റെ ഇൻസൈഡ് ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ഔട്ട് സൈഡ് 0 ആയി പോകുന്ന കോൺസെപ്റ്റ് ഒക്കെ പഠിപ്പിക്കും. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സിഗ്മ/2 എപ്സിലോൺ 0 ആണ് പാരലൽ പ്ലേറ്റിനടക്കമുള്ളതെന്നൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ജനറൽ ഇക്വേഷൻ ആണ് ഈക്വൽ ടു സിഗ്മ/എപ്സിലോൺ 0. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു 1/2 എപ്സിലോൺ 0 ഇൻറ്റു എന്ത് വരും? സിഗ്മ സ്ക്വയർ ബൈ എപ്സിലോൺ സീറോയുടെ സ്ക്വയർ. ഒരു എപ്സിലോൺ സീറോ കട്ടായി പോയി. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1/2 സിഗ്മ സ്ക്വയർ ബൈ എപ്സിലോൺ 0. 1/2 സിഗ്മ സ്ക്വയർ ബൈ എപ്സിലോൺ 0. ഓപ്ഷൻ 2 സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് കടക്കാം. കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ലോജിക്കാണ്. കപ്പാസിറ്റേഴ്സ് സീരീസിലാണെങ്കിൽ ഇത് വലിയ കാര്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. കാര്യം നിങ്ങൾക്ക് ഓൾറെഡി ഇത് അറിയാവുന്നതാണ്. എല്ലാവരും ഇത് ഈസി ആയിട്ട് പഠിക്കുന്നതാണ്. കാരണം ഇതിന്റെ തന്നെ ഓൾട്ടർനേറ്റ് കോൺസെപ്റ്റിൽ ഇതിന്റെ നേരെ റിവേഴ്സ് പ്രോസസ്സ് നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ പഠിക്കുന്നുണ്ട്. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ റെസിസ്റ്റേഴ്സ് സീരീസ് ആകുമ്പോൾ എന്ത് കിട്ടുന്ന ഇക്വേഷൻ ആണോ അത് ഇവിടെ പാരലിൽ യൂസ് ചെയ്യും. കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ റെസിസ്റ്റേഴ്സ് പാരലൽ ആകുമ്പോൾ നിങ്ങൾ എന്ത് ഇക്വേഷൻ ആണോ പഠിക്കുന്നത് അത് ഇവിടെ സീരീസിൽ യൂസ് ചെയ്യും. വേറെ കാര്യമൊന്നുമില്ല. ഇവിടെ കുറെ 4 റെസിസ്റ്ററുകൾ സീരീസിൽ വെച്ചിട്ടുണ്ട്. ഒരു സെല്ലിന് അക്രോസ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം സീരീസിലാണെങ്കിൽ ഇതുവഴി പാസ് ചെയ്യുന്ന ചാർജ് സെയിം ആയിരിക്കും. സോ ഇവരുടെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാൻ അവരുടെ റെസിപ്രോക്കലുകളുടെ സം എടുത്ത് ആഡ് ചെയ്താൽ മതി. 1/C ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ 1/C1 പ്ലസ് 1/C2 അപ് ടു അങ്ങനെ ആഡ് ചെയ്യുക. റെസിപ്രോക്കലുകളുടെ സം എടുത്ത് ആഡ് ചെയ്യുക. ഇതേ പ്രോസസ്സ് നമ്മൾ റെസിസ്റ്ററിൽ ചെയ്യുന്നത് പാരലലാണ്. അതേപോലെ തന്നെ കുറെ റെസിസ്റ്ററുകൾ C1, C2, C3 ഇതെല്ലാം ഐഡന്റിക്കൽ ആണ്. അങ്ങനെ n കപ്പാസിറ്ററുകൾ ഇവിടെ ഉണ്ടെങ്കിൽ ഈക്വലന്റ് റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് C/n. n ഐഡന്റിക്കൽ കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. അങ്ങനെയാണെങ്കിൽ ഈക്വലന്റ് റെസിസ്റ്റൻസ് കാണാൻ C/n എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ 2 കപ്പാസിറ്റർ ആണ്. 2 കപ്പാസിറ്റർ, ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. അടുത്ത പേജിലോട്ട് എഴുതാം. ഇപ്പൊ ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്, ഇവിടെ വേറൊരു കപ്പാസിറ്റർ ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവന്റെ കപ്പാസിറ്റൻസ് C1, ഇവന്റെ കപ്പാസിറ്റൻസ് C2 ആണെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ എന്താ? 1/C ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ 1/C1 പ്ലസ് 1/C2 എന്ന്. അപ്പൊ ഇവിടുന്ന് C ഇക്വലന്റ് നമുക്ക് എന്ത് എഴുതാം? C1 C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 എന്ന് എഴുതാം. ഇനി സപ്പോസ് നമ്മൾ പറഞ്ഞു എന്താ C1 ഈക്വൽ ടു C2 ഈക്വൽ ടു C ആണെങ്കിൽ, അതായത് 2 കപ്പാസിറ്ററുകൾ ഐഡന്റിക്കൽ ആണ്. ഇവിടെ C ഇൻറ്റു C സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു 2C വരും. അപ്പോൾ ഒരു സിയും കട്ടായി പോയി. നമുക്ക് ഈക്വലന്റ് റെസിസ്റ്റൻസ് C/2 എന്ന് കിട്ടി. അപ്പൊ 2 കപ്പാസിറ്ററുകൾ സീരീസിൽ ഈക്വൽ ഐഡന്റിക്കൽ ആയിട്ടുള്ള 2 കപ്പാസിറ്റർ ആണ് സീരീസ് എങ്കിൽ C/2. 3 എണ്ണം വന്നാൽ C/3, n എണ്ണം വന്നാൽ C/n ചെയ്യണം. ക്ലിയർ? വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. പാരലലിന്റെ കോൺസെപ്റ്റ് ആണിത്. അതേപോലെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റുന്നതാണ് ഏതാണ്? കപ്പാസിറ്റർ ഇൻ പാരലൽ. നമ്മളിത് സീരീസിന്റെ ആണ്, ഇത് സീരീസിന്റെ കോൺസെപ്റ്റ് ആണ്. ഇത്
പാരലിലേക്ക് എത്തുമ്പോൾ നേരെ തിരിയും. നമ്മൾ ഈ സീരീസ് പാരലൽ അങ്ങോട്ടും ഇങ്ങോട്ട് പറയുമ്പോൾ ഈ തെറ്റിപ്പോകുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ സീരീസ് പാരലലാണ് നമ്മുടെ മനസ്സിൽ കൂടുതൽ കിടക്കുന്നത്. റെസിസ്റ്റേഴ്സ് സീരീസ് ആണ്, ചുമ്മാ എടുത്ത് അങ്ങ് ആഡ് ചെയ്യും. പാരലൽ ആണെങ്കിൽ 1/, എടുക്കും. അപ്പൊ അതും ഇതോടെ തെറ്റിപ്പോരുത്, നേരെ ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ നോക്കിയൊക്കെ കപ്പാസിറ്റേഴ്സ് പാരലൽ കോമ്പിനേഷൻ ആണ്. അപ്പൊ പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? ചുമ്മാ എടുത്ത് ആഡ് ചെയ്യുക. C1 + C2 + C3 + C4 എന്ന് എടുത്ത് ആഡ് ചെയ്യുക. അപ്പം എല്ലാം C ആണെങ്കിലോ അത്രയും ടൈംസ് ആവും. ഇപ്പം 2 കപ്പാസിറ്റർ മാത്രമാണ് സീരീസ് എങ്കിൽ എന്ത് എഴുതും? C1 + C2. അവർ ഐഡന്റിക്കൽ ആണെങ്കിലോ C + C 2C. അപ്പൊ 5 എണ്ണം ആണെങ്കിൽ 5C, n എണ്ണം ആണെങ്കിൽ NC കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ NC. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കോൺസെപ്റ്റ് ആണ്, വളരെ ഈസി ആയിട്ട് പറയാവുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ഈസി ക്വസ്റ്റ്യൻസ്, കാരണം ഇതിൽ നിന്ന് മിക്കപ്പോഴും കോമ്പിനേഷൻ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ നമുക്ക് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കതും. ദ ഇക്വലന്റ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ A and B. ഇനി ഓർത്ത് വെക്കുക, നമ്മൾ അതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം നിങ്ങൾ. അതായത് 2 കപ്പാസിറ്ററുകൾ സീരീസിലാണോ പാരലാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതായത് ഇപ്പൊ ഈ സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നമ്മളൊരു Q ചാർജ് ഫ്ലോ ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്യുക. ഈ ചാർജ് സെയിം ചാർജ് ആയിരിക്കും ഇതിൽ കൂടെ എല്ലാം കയറി വരുന്നത്. അത്രേ ഉള്ളൂ. സെയിം ചാർജ് ഫ്ലോ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ അവർ സീരീസ് ആയിരിക്കും. പാരലാണെന്ന് എങ്ങനെ തിരിച്ചറിയും? ചാർജ് വന്നിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതല്ല അവിടുത്തെ കോൺസെപ്റ്റ്. ഇവർക്ക് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ V ആണെങ്കിൽ ഇവൻ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ V ആണ്, ഇവൻ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ V ആണ്. പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ആ കപ്പാസിറ്റർ പ്ലേറ്റുകൾക്ക് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പൊ അത് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ നിങ്ങൾ നോക്കിക്കുക, നിങ്ങൾക്ക് അറിയാം ഇവിടുന്ന് ഈക്വലന്റ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ A and B ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ സീരീസ് ആയിട്ടുള്ളത് ഇവർ 3 പേരും. കാര്യം ഇവിടുന്ന് ഒരു ചാർജ് നമ്മൾ അങ്ങനെയാണ് അസ്യൂം ചെയ്യുന്നത്. ഇവിടുന്ന് ഒരു ചാർജ് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങോട്ട് വരുന്നു ഒരു ചാർജ്, ഇങ്ങനെ ആയിരിക്കാം വരാം. ക്ലിയർ? അപ്പൊ ഇവന്മാരെങ്ങനെയാ? ഇവര് 3ഉം സീരീസ് ആണ്. സീരീസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ ആണ്. ഓർത്ത് വെക്കണം, ചുമ്മാ അത് ആഡ് ചെയ്യരുത്. അത് റെസിസ്റ്ററിന്റെ കേസിലാണ്. കപ്പാസിറ്ററിന്റെ കേസിൽ നമ്മൾ പഠിച്ചു N ഐഡന്റിക്കൽ കപ്പാസിറ്റർ സീരീസിലാണെങ്കിൽ C ഇക്വലന്റ് എന്ന് പറയുന്നത് C/N എന്നാ പഠിച്ചത്. ഇവിടെ C എന്ന് പറഞ്ഞാൽ 2 മൈക്രോഫാരഡ് ആണ്. അങ്ങനത്തെ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3 എണ്ണം ഉണ്ട്. സോ അത് 2/3 ആയിട്ട് മാറും. അപ്പൊ ഈ താഴത്തെ ഈക്വലൻസ് 2/3 കിട്ടി. ഈ 2/3 ആയിട്ട് ഈ 2 എങ്ങനെയാണ്? പാരലൽ ആണ്. പാരലൽ ആണെങ്കിൽ ചുമ്മാ എടുത്ത് ആഡ് ചെയ്താൽ മതി. അതായത് 2 പാരലൽ വിത്ത് 2/3 ആണ്. സോ ഇക്വലന്റ് കപ്പാസിറ്റൻസ് കാണാൻ 2 + 2/3 എടുത്താൽ മതി. സോ 2 + 2/3 6, 8, 8/3 മൈക്രോഫാരഡ് എന്ന് കിട്ടും. 8/3 മൈക്രോഫാരഡ് എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ 3 എടുക്കാൻ പറ്റും. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2 condensers, one of capacity C and other of capacity C/2, are connected to a V-volt battery as shown. The work done charging fully both the condensers. വർക്ക് ഡൺ കാണാനാണ് ചോദിച്ചത്. അപ്പൊ വർക്ക് ഡൺ കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ ആദ്യം ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുക. ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇവന്മാര് പാരലൽ ആണെങ്കിൽ അവരുടെ C ഈക്വലന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ സമ്മേഷൻ ആണ്. എത്രയാണ്? C + C/2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2C + C, ദാറ്റ് ഈസ് ഈക്വൽ ടു 3C/2 എന്ന് ഇക്വലന്റ് കപ്പാസിറ്റൻസ്. ഓക്കെ, അപ്പം നമുക്ക് 3C/2 കിട്ടി. നമ്മളോട് ചോദിച്ചത് വർക്ക് ഡൺ, അല്ലെങ്കിൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അങ്ങനെയല്ലേ? ദ വർക്ക് ഡൺ ചാർജിങ് ഫുള്ളി ബോത്ത് കണ്ടൻസേഴ്സ്. വർക്ക് ഡൺ മീൻസ് അതിൽ ചെയ്യുന്ന വർക്ക് ഡൺ ആണ് അവിടെ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ച എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ ആണ്. സോ എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ U ഈസ് ഈക്വൽ ടു ½ CV². അപ്പൊ C എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ C ഇക്വലന്റ് ½ CV², വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു C ഇക്വലന്റ് എത്രയാ? 3C/2. 3C/2 C ഇക്വലന്റ് ഇൻറ്റു V². ഓപ്ഷൻസ് ഇൻ ടേംസ് ഓഫ് Vയിലാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കൂ, നമുക്ക് എത്ര കിട്ടും മക്കളെ? ഇത് നമുക്ക് 3/4 എന്ന് കിട്ടും അല്ലെ? 3/4 CV² എന്ന് കിട്ടും. 3/4 എന്ന് പറഞ്ഞാൽ 0.75 CV² എന്ന് കിട്ടും അല്ലേ? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? 0.75 CV². യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 3 capacitors each of value 1 microfarad are so combined so that the resultant capacity 1.5. അതായത് നമുക്ക് C equivalent 1.5 കിട്ടണം. C equivalent നമുക്ക് 1.5 കിട്ടണം.
നമ്മൾക്ക് തന്നിരിക്കുന്ന ടോട്ടൽ കപ്പാസിറ്റർ എത്രയാ? 3 എണ്ണമാണ്. 3 കപ്പാസിറ്റർ തന്നിട്ടുണ്ട്. 3 എണ്ണം നേരെ എടുത്തു വെച്ചാൽ ഇക്വലന്റ് 1/3 ആവും. അപ്പൊ 1.5 കിട്ടത്തില്ല. 3 എണ്ണം പാരലൽ ആയിട്ട് എടുത്തു വെച്ചാൽ ഇക്വലന്റ് 3 ആകും. അപ്പോഴും നമുക്ക് 1.5 കിട്ടത്തില്ല. അപ്പൊ 1.5 കിട്ടണമെങ്കിൽ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇത്ര ആലോചിച്ചാൽ മതി. 1.5 കിട്ടണമെങ്കിൽ 1 എന്ന് പറഞ്ഞ വാല്യൂ നമ്മുടെ കയ്യിൽ എന്തായാലും ഉണ്ട്. അപ്പൊ നമ്മൾ ഇനി ഒരു 0.5 കൂടെ ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പൊ ആലോചിച്ച് നോക്കിയേ, 2 കപ്പാസിറ്റർ നമ്മൾ സീരീസിൽ വെക്കുക. 2 കപ്പാസിറ്റർ ഞാൻ സീരീസ് വെച്ചു. ഇത് 1 മൈക്രോ ഫാരഡ് ആണ്, ഇതും 1 മൈക്രോ ഫാരഡ് ആണ്. രണ്ടുപേരും ഐഡന്റിക്കൽ ആണ്. സോ ഇവരുടെ സി ഈക്വലന്റ് എത്ര കിട്ടും? 1/2 എന്ന് കിട്ടും. അത് 0.5 ആണ്. അത് 0.5 മൈക്രോ ഫാരഡ് ആണ് അല്ലെ? സീരീസിലാവുമ്പം ഇവിടെ എന്താ? റെസിപ്രോക്കൽ ആണ്. അപ്പം 1/2 ആണ്. C/2 ആണ്. സി എന്ന് പറഞ്ഞാൽ ഒരെണ്ണമാണ്. അപ്പൊ 1/2 ആണ്. അത് 0.5 മൈക്രോ ഫാരഡ് എന്ന് കിട്ടും. അതുമായിട്ട് അടുത്ത ആൾ എന്ത് ചെയ്താൽ മതി? ഇത് സീരീസിലായിരുന്നു. അപ്പൊ ഈ 0.5 മൈക്രോ ഫാരഡുമായിട്ട് ഈ കപ്പാസിറ്ററുമായിട്ട് അടുത്ത കപ്പാസിറ്റർ പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ മതി. അത് 1 മൈക്രോ ഫാരഡ്. അപ്പൊ ഇതിന്റെ ഇക്വലൻസ് എത്ര കിട്ടും? ഫൈനൽ ഇക്വലൻസ് എന്ന് പറയുന്നത് 1.5 മൈക്രോ ഫാരഡ്. 1.5 മൈക്രോ ഫാരഡ് എന്ന് കിട്ടും. സോ എന്താ? 2 എണ്ണം സീരീസും അതുമായിട്ട് ഒരെണ്ണം പാരലലും. തേർഡ് കപ്പാസിറ്റർ ഈസ് ഇൻ പാരലൽ വിത്ത് എ സീരീസ് കോമ്പിനേഷൻ ഓഫ് അതർ 2 അല്ലെ? രണ്ടുപേരെ സീരീസിലാക്കി മറ്റേയാളെ മൂന്നാമത്തെ ആളെ പാരലൽ ആക്കിയാൽ മതി. നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും. യെസ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിരിക്കണം. Calculate the value of capacitance C in the network as shown if the equivalent capacity between A and B is 2 microfarad. നമുക്ക് ഈ C ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വലൻസ് 2 ആണെന്ന് തന്നിട്ടുമുണ്ട്. ഓക്കെ, വാ. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ 6ഉം 12ഉം എങ്ങനെയാ? സീരീസ് ആണെങ്കിൽ C1 C2 by C1 plus C2 4 എന്ന് കിട്ടും. ഇത് രണ്ടും കൂടെ നമുക്ക് 4 മൈക്രോഫാരഡ് എന്ന് കിട്ടും. 4 മൈക്രോഫാരഡ്. ഡൗട്ട് ഉള്ളവർക്ക് ചെയ്ത് നോക്കാം. C1 C2 12 into 6 divided by 80 അല്ലേ? 18. യെസ്. ഇത് കട്ട് ചെയ്താൽ 3 4 കിട്ടും. ഈസി ആയിട്ട് 4 കിട്ടും. ഇനി ഈ 4ഉം 4 പാരലൽ. അപ്പൊ ഈ 4ഉം 4 പാരലൽ ആവുമ്പം ഇത് മൊത്തത്തിൽ, ഈ സർക്യൂട്ട് മൊത്തത്തിൽ നമുക്ക് 8 മൈക്രോ ഫാരഡ് എന്ന് കിട്ടും. ഈ സർക്യൂട്ട് മൊത്തത്തിൽ 8 മൈക്രോ ഫാരഡ് എന്ന് നമുക്ക് ഈ സർക്യൂട്ടിന്റെ വാല്യൂ കിട്ടി. ആ ടോട്ടൽ സർക്യൂട്ടിന്റെ വാല്യൂ 8 എന്ന് കിട്ടി. ഇനി ഇത് നിങ്ങൾ നോക്ക്, 2ഉം 2 ആണ്. ഇവരെങ്ങനെയാ? പാരലൽ ആണ്. അപ്പൊ ചുമ്മാ ആഡ് ചെയ്താൽ പോരെ. അപ്പൊ അത് 4 മൈക്രോ ഫാരഡ് എന്ന് ഇവന്റെ ടോട്ടൽ വാല്യൂ കിട്ടി. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, ഇതൊഴികെ ഇക്വലന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ്. ഈ 8ഉം ഒന്നുകൂടെ എങ്ങനെയാ? ഈ 8ഉം ഒന്നുകൂടെ സീരീസ് ആകുമ്പോ എത്ര വരും അവരുടെ ഇക്വലൻസ്? R1 R2 അല്ലെ? മുകളിലത്തെ ബ്രാഞ്ച് ആണ്. ഇവിടെ ഒരു C ഇരിപ്പുണ്ട്. ഞാൻ ഈ മുകളിലത്തെ ബ്രാഞ്ചിന്റെ മൊത്തത്തിലുള്ള കപ്പാസിറ്റൻസിനെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ C1 എന്ന് വിളിക്കാൻ പോവാം. C1 ഇവനും ഈ 8 കൂടെ എങ്ങനെയാ? സീരീസ് ആണ്. അപ്പൊ എത്ര വരും? 1 × 8 ഡിവൈഡഡ് ബൈ 9 എന്ന് കിട്ടും. താഴത്തെ ബ്രാഞ്ചിന്റെ ഇക്വലൻസ് ഞാൻ C2 എന്ന് വിളിക്കാൻ പോകും. ഈ താഴത്തെ ബ്രാഞ്ചിന്റെ, ഈ ബ്രാഞ്ചിന്റെ ഇക്വലൻസിനെ C2 എന്ന് വിളിക്കാൻ പോകും. ഇത് 4 ആണ്, ഇത് 8 ആണ്. അപ്പൊ അത് എങ്ങനെയാ? സീരീസ് ആണ്. അപ്പൊ 8 × 4 C1 C2 8 × 4 32 ഡിവൈഡഡ് ബൈ 8ഉം 4 12. കട്ട് ചെയ്യാലോ. 32 ബൈ 12 എന്ന് പറഞ്ഞാൽ 16 ഡിവൈഡഡ് ബൈ, അതിന് മോളിൽ കട്ട് ചെയ്യാം. 16/6 അല്ലേ? അതിനെ വീണ്ടും കട്ട് ചെയ്യാലോ. 8/3 8/3 എന്ന് കിട്ടും. 8/3 എന്ന് കിട്ടും. ഓക്കെ. ഇനിയും ഈ C1 എന്ന് പറഞ്ഞാൽ ഈ ബ്രാഞ്ചിന്റെ മൊത്തവും, C2 എന്ന് പറഞ്ഞാൽ ഈ താഴത്തെ ബ്രാഞ്ചിന്റെ മുഴുവനും ആരും. അവര് തമ്മിൽ പാരലലാ അല്ലെ? C1 പാരലൽ വിത്ത് C2. അപ്പൊ നമുക്ക് ഇക്വലൻസ് C1 plus C2 എന്ന് എടുക്കാം. അവരുടെ ഇക്വലൻസ് C1 plus C2 എന്ന് എടുക്കാം. C1 plus C2 എന്ന് പറയുമ്പോൾ 8/9 plus 8/3 which is equal to 8/9 plus ഇത് 9 ആക്കണം. 9 upon, ഇത് 9 ആക്കാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പൊ ഇവിടെ 3 ഉണ്ട് 24. സോ ഇത് എത്ര കിട്ടും? 9 upon 24 32 അല്ലേ? യെസ്, 32/9 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ ഇനി ഈ മുഴുവൻ സംഭവത്തിന്റെയും കൂടി ഇക്വലൻസ് ആണ് 32/9 എന്ന് കിട്ടിയത്. ഈ 32/9 ഈ C എങ്ങനെയാണ്? സീരീസ് ആണ് അല്ലെ? ഈ 32/9 ഈ C യുടെ സീരീസ് ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് എഴുതാം
32/9 സീരീസ് വിത്ത് ആണ് സി. അപ്പൊ അതാണ് നമ്മുടെ ഫൈനൽ ഇക്വലൻസ് കിട്ടേണ്ടത്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ് ആ ഫൈനൽ ഇക്വലൻസ്? 2 മൈക്രോ ഫാരഡ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ഫൈനൽ ഇക്വലൻസ് 2 മൈക്രോ ഫാരഡ് ആണ്. ഈ കാണുന്ന വാല്യൂ 2 മൈക്രോ ഫാരഡ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇവരുടെ ഇക്വലൻസ് സീരീസ് ആകുമ്പോൾ എങ്ങനെ എഴുതാം? ആ C1 C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 അല്ലെ. C1 C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 എന്ന് പറയുന്നതാണ് 2 മൈക്രോ ഫാരഡ്. സോ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. കറക്റ്റ് അല്ലേടാ മക്കളെ? വേറെ വാല്യൂ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. 32/9 ആണ് മൊത്തത്തിൽ അല്ലെ. മൊത്തത്തിൽ 32/9 ആണ്. അതുമായിട്ട് സി സീരീസ് ആണ്. ഓ കറക്റ്റ് ആണ്. അപ്പൊ ഇത് നമുക്ക് എത്ര കിട്ടും? ഇത് 32/9 ഇൻറ്റു സി വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ. അപ്പൊ 32/9 പ്ലസ് സി ഇൻറ്റു 2 എന്ന് കിട്ടും. നമുക്ക് കട്ട് ചെയ്യാമല്ലോ. ഇതാ ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 32 ഉണ്ട്, 16 എടുക്കാം അല്ലേ. യെസ്. അപ്പൊ ഇത് എത്ര വരും? ഇത് 16C/9 അല്ലേ. അല്ലേ? യെസ്. 16C/9 16C/9 മൈനസ് 16C/9 മൈനസ് ഈ സീനെ ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവരാൻ പോകും. മൈനസ് സി ആണ് എത്ര കിട്ടുന്നത്? 32/9 ക്രോസ് മൾട്ടിപ്ലൈ. 16 16C മൈനസ് 9C ഡിവൈഡഡ് ബൈ 9 കിട്ടും. 16 9 പോകുന്നു 7 അല്ലേ. 16 7 യെസ് ഡിവൈഡഡ് ബൈ 7C divided by 9 which is equal to 32/9. 9 കട്ട് ചെയ്യാം. നമ്മളോട് ചോദിച്ചത് സി കാണാനാണ്. സി എന്ന് പറയുന്നത് 32/7 എന്ന് കിട്ടും. 32/7 സി കിട്ടും. 32/7 അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. 32/7 മൈക്രോ ഫാരഡ്. ഓപ്ഷൻ 3 വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഈസി അല്ല, ചെയ്തെടുത്താൽ മതി. നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ. കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വാസത്തോടെ അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. ഇത് നമ്മൾ ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽഡ്, ഈ ടൈപ്പ് നെറ്റ്വർക്കിനൊക്കെ പറ്റി വളരെ ഡീറ്റെയിൽഡ് എവിടെ പഠിക്കും? കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ പഠിക്കും. ഇത് വീറ്റ്സ്റ്റോൺ നെറ്റ്വർക്ക് ആണ്. അപ്പൊ അത് പഠിച്ചു കഴിയുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഐഡിയ കിട്ടും. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. വീറ്റ്സ്റ്റോൺ നെറ്റ്വർക്കിന്റെ പ്രത്യേകത എന്താ? ഇവിടെ 5 കപ്പാസിറ്റർ ബ്രാഞ്ചുകളിൽ 5 കപ്പാസിറ്ററുകൾ ഉണ്ടാവും. അതിൽ ഇവരുടെ റേഷ്യോ ബൈ ഇവരുടെ റേഷ്യോ സെയിം ആണെങ്കിൽ അല്ലെ. നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ഇതിനെ ഞാൻ C1, ഇതിനെ ഞാൻ C2, ഇത് ഞാൻ C3, ഇത് ഞാൻ C4 എന്ന് എടുക്കും. അപ്പം എന്താ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ പ്രിൻസിപ്പിൾ പറയുന്നത്? C1/C2 ഈക്വൽ ടു C3/C4 ആണെങ്കിൽ, C3/C4 ആണെങ്കിൽ ഞാൻ ഈ പോയിന്റിനെ P എന്നും ഈ പോയിന്റിനെ ഞാൻ Q എന്നും വിളിക്കുന്നു. സോ പൊട്ടൻഷ്യൽ അറ്റ് P ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് Q ആയിരിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബാലൻസ്ഡ് കണ്ടീഷൻ അല്ലേ. ബാലൻസ്ഡ് കണ്ടീഷൻ. ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണെങ്കിലുള്ള കണ്ടീഷനാണ്. അപ്പൊ അങ്ങനെയാണ് വരുന്നതെങ്കിൽ ഈ ബ്രാഞ്ചിൽ കൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. സോ ഇവന്മാര് സീരീസ് ആവും. 6 കൂടെ സീരീസ് ആണെങ്കിൽ ഇവിടെ C1 C2/C1 plus C2, അതായത് 6 കൂടെ സീരീസ് ആണ്. 2 ഐഡന്റിക്കല. ഇത് 3 കിട്ടും. ഇതൂടെ ഇഫക്റ്റീവ് നമുക്ക് 3 കിട്ടും. 3 മൈക്രോ ഫാരഡ് എന്ന് കിട്ടും. അറ്റ് ദ സെയിം ടൈം ഈ 6 കൂടെ 3 മൈക്രോ ഫാരഡ് കിട്ടും. കാര്യം അവർ സീരീസ് ആണ്. ഇനിയും ഈ 3 കൂടെ എങ്ങനെ? പാരലൽ ആണ്. സോ സി ഈക്വലന്റ് നമുക്ക് അവരെ ആഡ് ചെയ്താൽ മതി. പാരലൽ ആവുമ്പോൾ 6 മൈക്രോ ഫാരഡ് എന്ന് കിട്ടും. 6 മൈക്രോ ഫാരഡ് എന്ന് കിട്ടും. സോ ഓപ്ഷൻ ഈസ് 2. ഇനി ഒരു കാര്യം ഓർത്താൽ മതി എപ്പോഴും, ഇത് സെയിം വാല്യൂസ് ആണെങ്കിൽ സി എല്ലാം സെയിം വാല്യൂ, ആൻസർ സി തന്നെ ആയിരിക്കും. വേറെ കാര്യമൊന്നുമില്ല, വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. എല്ലാം ഐഡന്റിക്കൽ ആണെങ്കിൽ അത് തന്നെ എഴുതുക എന്നുള്ളതേ ഉള്ളൂ. ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. യെസ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ അല്ലല്ല, പുതിയൊരു കോൺസെപ്റ്റ് ആണ്. എന്താ ചോദിച്ചിരിക്കുന്നത്? ഇഫക്റ്റീവ് ഏരിയ ഓഫ് എ കപ്പാസിറ്റർ. ഒന്നുമില്ല, 2 കപ്പാസിറ്റർ പ്ലേറ്റ്. ആക്ച്വലി ഇവിടുത്തെ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് എ ഏരിയ ഉള്ള പ്ലേറ്റും രണ്ടാമത്തെ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത്രയും പോർഷനേ ഉള്ളൂ. അതാണ് 2 പ്ലേറ്റുകളാണത് ഈ കാണുന്നത്. ഈ പ്ലേറ്റിന്റെ ഷെയ്ഡാണ് ഇവിടെ അടിച്ച് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ 2 ഡിഫറെന്റ് പ്ലേറ്റുകളുള്ള 2 ഡിഫറെന്റ് ഏരിയ ഉള്ള കപ്പാസിറ്ററുകൾ. മറ്റേത് സെയിം ഏരിയ ആയിരുന്നു, ഇത് ഡിഫറെന്റ് ഏരിയ ഉണ്ട്. നമ്മുടെ കപ്പാസിറ്റൻസിന്റെ ജനറൽ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? കപ്പാസിറ്റൻസ് C ഈക്വൽ ടു ε0 A ഡിവൈഡഡ് ബൈ D.
ഓർത്ത് വെക്കുക, ഇവിടെ എടുക്കുന്ന എ എന്ന് പറയുന്നത് കോമൺ ഏരിയ, കോമൺ ഏരിയ അല്ലെങ്കിൽ അവരുടെ ഇന്റർസെക്ഷൻ എന്നൊക്കെ പറയും. അവർ ഏറ്റവും ഇഫക്റ്റീവ് ഏരിയ അല്ലെങ്കിൽ കോമൺ ആയിട്ട് അവർക്ക് കിട്ടുന്ന ഏരിയ, അതായത് കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ഏരിയ ആരോ അത് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. കൂട്ടത്തിൽ ചെറിയ ഏരിയ ആരോ അത് എടുക്കുക. അപ്പൊ ഇവിടെ വലിയ ഏരിയ ഇതാണ്, ഇവിടെ ചെറിയ ഏരിയ ഇതാണ്. അപ്പൊ ഇവർക്ക് രണ്ടും കൂടെ കോമൺ ആയിട്ട് ഇന്റർസെക്ഷൻ വരുന്ന ഏരിയ ആണ് ഈ ഷെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇക്വേഷനകത്ത് എങ്ങനെ എടുക്കണം? കപ്പാസിറ്റൻസ് സി എന്ന് പറയുന്നത് എപ്സിലോൺ 0, അവിടുത്തെ ഇഫക്റ്റീവ് ഏരിയ ചെറുതാണ്, ഡിവൈഡഡ് ബൈ ഡി എന്ന് എടുക്കാൻ പഠിക്കണം. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. സി ഈക്വൽ ടു എപ്സിലോൺ 0 എ ബൈ ഡി. ഇനി അവര് പറയുന്നത് ഈ ഏരിയ എയും ഈ ഏരിയ ഈ കാണുന്ന സ്മോൾ എ എന്ന് പറയുന്നത് എ ബൈ 2 ആണെങ്കിൽ, അതായത് വലിയ ഏരിയയുടെ പകുതി ഉള്ള ഒരു ഏരിയ ആണ് അപ്പുറത്ത് തരുന്നതെങ്കിൽ ഇതിനെ എ ബൈ 2 എന്ന് എഴുതാം. അപ്പൊ സി ഈക്വൽ ടു എപ്സിലോൺ 0 എ ബൈ 2d എന്ന് വരും എന്നാണ് പറയുന്നത്. അതാണ് ലാസ്റ്റ് തന്നിരിക്കുന്നത് ഈ സംഭവം. ക്ലിയർ? ഇപ്പം വേറൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറയുന്നതാണ്. ഒരു എക്സാമ്പിൾ, ഇപ്പം ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഏരിയ, ഒരു പ്ലേറ്റ്, ഓക്കെ. അതേപോലെ ഇവിടെ ഇതിന്റെ അടുത്ത പ്ലേറ്റ് ആയിട്ട് ഇവിടെ ഒരു സർക്കുലാർ ഏരിയ ആണെന്ന് വിചാരിക്കുക, പ്ലേറ്റ് ആണെന്ന് വിചാരിക്കുക, ഒരു സർക്കുലാർ പ്ലേറ്റ്. ഇതേ നോക്ക്, ഇത് കാണുന്നത് ആക്ച്വലി ഒരു കപ്പാസിറ്റർ പ്ലേറ്റ് ആണ്. ഇതിന്റെ പോസിറ്റീവ് പ്ലേറ്റ്, ഇത് അതിന്റെ നെഗറ്റീവ് പ്ലേറ്റ് ആണെന്ന് വിചാരിച്ചു. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഒക്കെ ഉണ്ട്, ഈ ഗ്യാപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇവന്റെ ഏരിയ, ഫോർ എക്സാമ്പിൾ ഇവന്റെ ഏരിയ A1, ഇവന്റെ ഏരിയ A2. അപ്പൊ ഇവരുടെ കോമൺ ഏരിയ, കോമൺ ഇന്റർസെക്ഷൻ വരുന്ന ഏരിയ ഉറപ്പായിട്ട് ആരാ? ഈ സർക്കുലാർ ഏരിയ. അവരുടെ കോമൺ ഇന്റർസെക്ഷൻ വരുന്ന സർക്കുലാർ ഏരിയ ആണ്. അപ്പൊ കപ്പാസിറ്റൻസ് സി എന്ന് പറയുന്നത് എപ്സിലോൺ 0, ഏരിയ ആരാ? A2 ആണ്, ഡിവൈഡഡ് ബൈ ഡി. ഇതാണ് ആ കോൺസെപ്റ്റ്. എപ്സിലോൺ 0 A2 ഡിവൈഡഡ് ബൈ ഡി ആയിരിക്കണം. കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണോ? വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്ന കാര്യങ്ങളാണ്, വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. നമുക്ക് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിരിക്കുക. എന്താണ് ചോദിച്ചിരിക്കുന്നത്? എ കപ്പാസിറ്റർ ഈസ് മെയ്ഡ് ഓഫ് ഫ്ലാറ്റ് പ്ലേറ്റ് ഏരിയ എ ആൻഡ് സെക്കൻഡറി പ്ലേറ്റ് ഹാവിംഗ് എ സ്റ്റെയർ ലൈക്ക് സ്ട്രക്ചർ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. അതായത് ഒരെണ്ണം ഫ്ലാറ്റും ആണ്, അടുത്ത പ്ലേറ്റ് ഒരു സ്റ്റെയർ കേസ് മോഡലും ആണ്. ഓക്കെ. ദ കപ്പാസിറ്റൻസ് ഓഫ് ദി അറേഞ്ച്മെന്റ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, കപ്പാസിറ്റൻസ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ കാണുന്ന ഏരിയ പോർഷൻ ഉണ്ടല്ലോ, ഇതിന്റെ കപ്പാസിറ്റൻസ് C1 ആണെന്നും ഇതിന്റെ കപ്പാസിറ്റൻസ് C2 ആണെന്നും ഇതിന്റെ കപ്പാസിറ്റൻസ് C3 ആണെന്നും എനിക്ക് വിളിക്കാം. ഇതൊരൊറ്റ കപ്പാസിറ്റർ ആണ്, പക്ഷെ ഇവിടുത്തെ ഡിസ്റ്റൻസും ഇവിടുത്തെ ഡിസ്റ്റൻസ് 2D ആ. ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് D ആകുമ്പോൾ ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2D ആയിട്ട് മാറും. ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 3D ആയിട്ട് മാറും. അപ്പൊ അത് ഈ ഒരൊറ്റ കപ്പാസിറ്റർ ആണ്, പക്ഷെ ഡിസ്റ്റൻസിനെ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസുമായിട്ട് ഡിപ്പെൻഡൻസി ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇക്വലൻസ് കാണാൻ, ഇവിടുത്തെ സി ഇക്വലൻസ് കിട്ടാൻ എന്തെടുത്താൽ മതി? C1ന്റെ കൂടെ C2ഉം C3ഉം ആഡ് ചെയ്താൽ മതി. ഇതൊരൊറ്റ കപ്പാസിറ്റർ അല്ല, ഇത് പാരലൽ കോമ്പിനേഷനോ സീരീസ് കോമ്പിനേഷനോ ആണോ ആലോചിക്കരുത്. ഇപ്പൊ ഇവര് തമ്മിലുള്ള കപ്പാസിറ്റൻസ് C1 എങ്ങനെ എഴുതാം? എപ്സിലോൺ 0 ഏരിയ എത്ര? A/3 ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് D1, ഡിസ്റ്റൻസ് D. അടുത്തത് പ്ലസ്, രണ്ടാമത്തേത് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി വേണം ഇങ്ങനെ തന്നെ എഴുതാം, എപ്സിലോൺ 0 A/D, A/3 ആയിരുന്നു, ബൈ D. അടുത്തത് എന്ത് വരും? എപ്സിലോൺ 0 ഡിസ്റ്റൻസ് എത്രയാ? ഏരിയ എത്രയാ? A/3 തന്നെയാണ്, ഡിവൈഡഡ് ബൈ 2D പ്ലസ് അല്ലെ. അടുത്തത് എപ്സിലോൺ 0 ഏരിയ എത്ര തന്നെയാണ്? A/3 തന്നെയാണ്, ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് 3D, D 2D 3D എന്ന് പോകും. ക്ലിയർ? ഇവിടുന്ന് കോമൺ ആയിട്ട് നമുക്ക് ആരെയൊക്കെ പുറത്തെടുക്കാം? ഇവിടുന്ന് ഒരു എപ്സിലോൺ 0 പുറത്തെടുക്കാം, A പുറത്തെടുക്കാം, ഇവിടെ എല്ലാം 3 ഉണ്ട്, ബൈ 3 ഉണ്ട്, അപ്പൊ ബൈ 3 പുറത്തെടുക്കാം, ഇവിടെ ഒരു ഡിയും പുറത്തെടുക്കാം, ഇൻറ്റു. അപ്പൊ ഇവിടുന്ന് എപ്സിലോൺ 0 A/3 മൊത്തത്തിൽ പുറത്ത് വന്നു. അപ്പൊ +1, ഇവിടെ +1/2, ഇവിടെ +1/3 എന്ന് എഴുതാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 A ഡിവൈഡഡ് ബൈ 3D ഇൻറ്റു LCM എടുക്കാം. അപ്പൊ LCM എടുക്കുക, ഇതിന്റെ LCM 6 കിട്ടും. അപ്പൊ 6 അപ്പോൺ അല്ലെ, ഇത് 6 ആവണമെങ്കിൽ 6 കൊണ്ട് മൾട്ടിപ്ലൈ ആണമായിരുന്നു. അപ്പൊ ഇത് 6. അപ്പൊ ഇത് 6, ഇവിടെ ഡിനോമിനേറ്റർ 6 ആവണമെങ്കിൽ 6 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ മോളിൽ 6, ഇവിടെ 6 ആവാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ന്യൂമറേറ്ററിൽ 3. ഇവിടെ 6 ആവാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ന്യൂമറേറ്ററിൽ 2. ഇതൊക്കെ LCM ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. സോ എപ്സിലോൺ 0 A/3
3D ഇൻറ്റു 6/6 3 9 2 11 3 ഇൻറ്റു 6 18 ഇവിടെ ഒരു 11 ഉണ്ട്. അപ്പം 11/18 11/18 എപ്സിലോൺ 0 A/D. ക്ലിയർ? ഓപ്ഷൻ 3 സിമ്പിൾ ആയിട്ട് എടുക്കാവുന്നതാണ്. ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കും. ഇത് നമ്മൾ ഓൾറെഡി വേറൊരു മെത്തേഡ് ഇതിന്റെ തുടക്കത്തിൽ ഞാൻ പഠിപ്പിച്ചതാണ്. കപ്പാസിറ്റൻസ് കാണാൻ ഡൈഇലക്ട്രിക് മീഡിയം, ഡിഫറന്റ് മീഡിയംസ് വരുന്നു. അപ്പൊ ആ ഡിഫറന്റ് മീഡിയം ഇൻ ടേംസ് ഓഫ് ഏരിയ, അവിടെ നമ്മൾ പഠിച്ചത് ഡിഫറന്റ് മീഡിയം വരുന്നു. എന്നിട്ട് ഈ ഓരോരുത്തരുടെയും കപ്പാസിറ്റൻസ് C1 C2 എന്നൊക്കെ എടുത്ത് കണ്ടുപിടിച്ച് ഓരോന്ന് സെപ്പറേറ്റ് ആഡ് ചെയ്ത് പോവുകയായിരുന്നു. അത് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ഈസി മെത്തേഡാണ്. അപ്പൊ ഇതാണ് നിങ്ങൾ ആക്ച്വലി പഠിച്ചു വെക്കേണ്ടത്. ഡിഫറന്റ് ഡൈഇലക്ട്രിക് മീഡിയം വന്നാൽ ചെയ്യുന്നത് ഇത്ര മാത്രം. അതായത് ഇവിടെ ഈ ഡൈഇലക്ട്രിക് മീഡിയത്തിന്റെ കപ്പാസിറ്റൻസ് K1 ഉം ഇതിന്റേത് K2 ആണെങ്കിൽ ആദ്യം ഇവരുടെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കും. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ആക്ച്വലി ഡിറൈവ് ചെയ്തെടുക്കുന്നതാ. അതിന്റെ ഡെറിവേഷൻ വരേണ്ട സ്റ്റെപ്പാണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇതൊന്നും ഇപ്പൊ പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇതൊന്നും പഠിക്കേണ്ട. അതായത് നമുക്കറിയാം ഇവിടെ ഇപ്പൊ ഇത് ഒരു കപ്പാസിറ്റർ പ്ലേറ്റ് ആണെങ്കിൽ അല്ലെ, K1 ഉള്ളത് ഒരു കപ്പാസിറ്ററും K2 ഉള്ളത് ഇങ്ങനെ ഡിഫറെന്റ്. അപ്പൊ ഇതൊരു സീരീസ് കോമ്പിനേഷൻ പോലെ ആവുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് സീരീസ് കോമ്പിനേഷന്റെ ഏരിയ കോമൺ. അപ്പൊ സീരീസ് കോമ്പിനേഷന്റെ ഇക്വേഷൻ ആണ് 1 ബൈ കോമ്പിനേഷൻ കാണാം 1/C1 + 1/C2 ആണ്. C1 നും C2 നും C1 എന്ന് പറഞ്ഞാൽ K1 ഉള്ള ആളും C2 എന്ന് പറഞ്ഞാൽ K2 ഉള്ള ആളുമാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് D1 D2 ഡിസ്റ്റൻസ്, ഈ D1 D2 എപ്പോഴും കോമൺ ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. നേരെ പകുതിക്ക് ഫില്ല് ചെയ്യുന്ന രീതിയിലാണ് മിക്കപ്പോഴും ക്വസ്റ്റ്യൻ കാണുന്നത്. അപ്പൊ D1 = D2 = D ആണെങ്കിൽ, അതായത് ഇതും D ആവണം ഇതും D ആവണം. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇക്വേഷൻ 2 ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ കിട്ടുന്ന വാല്യൂ ആണിത്. 2K1 K2 K1 + K2. ജനറൽ ഇക്വേഷൻ ആണ് D1 + D2 / D1 / K1 + D2 / K2. പക്ഷെ നിങ്ങൾ ഇതാണ് പഠിച്ചു വെക്കേണ്ടത്. മിക്കപ്പോഴും ഇതേ ചോദിക്കാറുള്ളൂ. ഇത് പറഞ്ഞിരിക്കുക ജനറൽ ഇക്വേഷൻ. ഇവിടെ ഡിസ്റ്റൻസ് D1, ഇവിടുത്തെ ഡിസ്റ്റൻസ് D2 ആണെങ്കിൽ D1 + D2 / D1 / K1 + D2 / K2. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. വളരെ സിമ്പിൾ ആയിട്ട് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്നതാണ്. ഡെറിവേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതിന്റെ ആവശ്യമില്ല. നിങ്ങൾ ഇത് രണ്ടുമാണ് പഠിച്ചു വെക്കേണ്ടത്. ഉറപ്പായിട്ട് ഇത് അറിഞ്ഞിരിക്കണം. ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാൻ 2K1 K2 K1 + K2. ഇനി ഇത് പാരലൽ ആയിരുന്നെങ്കിൽ, അതായത് മുകളിലായിരുന്നു K1 താഴെയായിരുന്നു K2 എങ്കിൽ സിംപ്ലി K1 + K2 എടുത്താൽ മതി. എവിടെ കൊടുത്തിട്ടുണ്ട്? അതും കൊടുത്തിട്ടുണ്ട്. ആ K1 + K2 / 2. സോറി, K1 + K2 അല്ല, K1 + K2 ഇവരുടെ ആവറേജ് ആണ്. K1 + K2 / 2 വരും. S/2 വരും. അതും ഇവിടെ തന്നെ കണ്ടോ, സീരീസ്. ഇത് പാരലൽ കോമ്പിനേഷൻ ആണ്. ഇത് അതായത് നിങ്ങൾ നോക്കി, ഇവിടുന്ന് ഒരു കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു കണക്ഷൻ വരുന്നു. അപ്പൊ ഇതിൽ കൂടെ കയറി പോകുന്നു. അപ്പൊ ഇതാണ്, അതുകൊണ്ടാണ് ഇത് സീരീസ് എഫക്ട് എടുത്തത്. മറിച്ച് ഇവിടുന്ന് ഒരു കണക്ഷൻ വന്നാൽ ഇതിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ടും കുറച്ച് ഈ കപ്പാസിറ്ററിൽ കൂടെ പോകുന്നതായിട്ട് അസ്യൂം ചെയ്യുന്നത്. അപ്പൊ ഇത് പാരലൽ കോമ്പിനേഷൻ. അപ്പൊ അതുകൊണ്ടാണ് പാരലലിന്റെ ജനറൽ ഇക്വേഷൻ എടുത്തത്. എന്നിട്ട് രണ്ടുപേരുടെയും കപ്പാസിറ്റൻസിന്റെ വാല്യൂ കൊണ്ടിടും. പിന്നെ ഇവിടെ വ്യത്യാസം എന്താ? നേരത്തെ ഉള്ളതും ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഇവിടെ ഏരിയ ആയിരുന്നു കോമൺ, ഇവിടെ ഏരിയ ഡിഫറെന്റ് ആവും. വിത്ത് കോമൺ വിഡ്ത്ത് ആണ് കോമൺ. ഈ കാണുന്ന വിഡ്ത്ത് കോമൺ ആവും, D കോമൺ ആവും, പക്ഷെ ഏരിയ ഡിഫറെന്റ് ആവും. അതുകൊണ്ടാണ് ഇവിടെ A1 വന്നത്. പക്ഷെ വിഡ്ത്ത് D എന്ന് തന്നെ. പക്ഷെ നേരത്തെ നിങ്ങൾ നോക്കിക്കേ, A ആയിരുന്നു, പക്ഷെ വിഡ്ത്ത് D1 D2 മാറുമായിരുന്നു. ഇപ്പൊ ഇവിടെ ഏരിയ കോമൺ ആയിരുന്നു, വിഡ്ത്ത് മാറി. ഇവിടെ ഏരിയ ഡിഫറെന്റ് ആയി, വിഡ്ത്ത് സെയിം ആയി. ഇത്രേ ഉള്ളൂ ഡിഫറൻസ്. അപ്പൊ കിട്ടുന്ന ഇക്വേഷൻ ആണ് ഇത്. K1 + K2 / 2 എന്ന് കിട്ടും, ഇക്വലൻസ്. അപ്പൊ അത് പഠിച്ചു വെക്കുക. ക്ലിയർ? വളരെ ഈസി ആയിട്ട് ഓർത്ത് വെക്കുക. സീരീസ് ആണ് 2K1 K2 K1 + K2. പാരലൽ ആണെങ്കിൽ K1 + K2 / 2 ആയിരിക്കും. K1 + K2 / 2 ആയിരിക്കും. ക്ലിയർ? അത് പഠിച്ചു വെക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ചോദിച്ചിരിക്കുന്നത്? കപ്പാസിറ്റി ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഇൻ എയർ ഈസ് 10 microfarad. It is divided into 2 parts. 2 ഡൈഇലക്ട്രിക് മെറ്റീരിയൽ, K1 2 ആണ്, K2 4 ആണ്. ഇത് പാരലൽ ആണെങ്കിൽ നമ്മൾ K ഇക്വലന്റ് കണ്ടുപിടിക്കാനാ പറഞ്ഞത് അല്ലെ. K ഇക്വലന്റ് എന്താ? പാരലൽ ആണെങ്കിൽ K ഇക്വലന്റ് എന്ന് പറയുന്നത് K1 + K2 / 2 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു K1 എത്രയാണ്? K1 2 ആണ്, K2 എന്ന് പറയുന്നത് 4 ആണ്, ഡിവൈഡഡ് ബൈ 2 6/2 3 കിട്ടും K ഇക്വലന്റ്. ഓക്കെ, കപ്പാസിറ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ? 10 microfarad ആണ് തന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ജനറൽ ഇക്വേഷൻ, കപ്പാസിറ്ററിന്റെ ജനറൽ ഇക്വേഷൻ എന്താ? ε0 A/D എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഒരു മെറ്റീരിയലൂടെ, ഡൈഇലക്ട്രിക് മെറ്റീരിയൽ വന്നാൽ ഇക്വേഷൻ എങ്ങനെ വരും? ഒരു K കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ, K × ε0 A/D എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ആണോ? ഇവിടെ K ഇക്വലന്റ് നമ്മൾ കണ്ടുപിടിച്ചു 3 ആണ്.
എപ്സിലോൺ 0 A/D എന്ന് പറഞ്ഞാൽ ഇനിഷ്യലി ഉള്ള കപ്പാസിറ്റൻസ് അത് 10 മൈക്രോ ഫാരഡ് ആയിരിക്കും. 10 മൈക്രോ ഫാരഡ്. അപ്പൊ ഈ വാല്യൂ 10 ആണ്. അപ്പൊ എത്ര വരും? 30 മൈക്രോ ഫാരഡ് എന്ന് വരും. 30 മൈക്രോ ഫാരഡ് എന്ന് വരും. ഓപ്ഷൻ 3. ഓപ്ഷൻ 3 ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. യെസ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. കണ്ടോ, കോമ്പിനേഷൻ ആണ്, മൾട്ടിപ്പിൾ കോമ്പിനേഷൻ വരുന്നുണ്ട്. ദി ഇക്വലന്റ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ 2 പ്ലേറ്റ്സ്. ഇവിടെ K1, K2, K3 ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ ഈ K1നെയും K2നെയും എന്ത് ചെയ്യാം? പാരലൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുക, അല്ലെ? ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇതുവഴിയും പോകുന്നു, ഇതുവഴിയും പോകുന്നതായിട്ട് അസ്യൂം ചെയ്യുക. അപ്പൊ K1, K2 പാരലിലേക്ക് എത്തും. K1ന്റെ കപ്പാസിറ്റൻസും K2ന്റെ കപ്പാസിറ്റൻസും പാരലിലേക്ക് എത്തും. പാരലിൽ നമ്മളിപ്പോ പഠിച്ചതേ ഉള്ളൂ. എന്താ? ഇക്വലൻസ് കാണാൻ. അവരുടെ K ഇക്വലന്റിനെ ഞാൻ K ഡാഷ് എന്ന് വിളിക്കും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി K ഡാഷ് എന്ന് വിളിക്കും. അപ്പൊ വാട്ട് ഈസ് K ഡാഷ്? K ഡാഷ് ഈസ് ഈക്വൽ ടു K1 പ്ലസ് K2 ബൈ 2 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു K1 എത്രയാ? 4 ആണ്, ഇത് 2 ആണ്, ഡിവൈഡഡ് ബൈ 2, 6 ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് റീഡ്രോ ചെയ്യുന്നതേ ഉള്ളൂ. ശ്രദ്ധിച്ചിരിക്കണം. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കപ്പാസിറ്റർ പ്ലേറ്റ്, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കപ്പാസിറ്റർ പ്ലേറ്റ് എന്ന് വിചാരിക്കുക. 2 കപ്പാസിറ്റർ പ്ലേറ്റ് ഉണ്ട്. അതില് ഇതായിരുന്നു ഒന്നാമത്തെ ഡൈഇലക്ട്രിക് മീഡിയം, അല്ലെ? യെസ്. ഇതായിരുന്നു അടുത്ത ഡൈഇലക്ട്രിക് മീഡിയം എന്ന് വിചാരിക്കുക. യെസ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇപ്പൊ റൈറ്റ് നൗ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ K1ഉം K2ന്റെയും കൂടി ഇക്വലൻസ് കണ്ടുപിടിച്ചു K ഡാഷ്. അപ്പൊ ഇത് മൊത്തത്തിൽ ഇപ്പൊ എന്റെ K ഡാഷ് ആയിട്ട് മാറുന്നു. അത് 3 ആണ്. കത്തിയോ? ഇവന്റെ ഇക്വലൻസിന് വരെ ഞാൻ മൊത്തത്തിൽ K ഡാഷ് കണ്ടുപിടിച്ചു, അത് 3 ആണ്. അതേപോലെ ഇത് മൊത്തത്തിൽ ആരുമാണ്? K3 ആണ്, അത് 6 ആണ്. അപ്പൊ ഇനി ഇവരുടെ ഇക്വലൻസ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ, ഉറപ്പായിട്ടും കണ്ടുപിടിക്കാം. അത് K ഇക്വലന്റ് കാണാൻ ഇപ്പൊ ഇവരെങ്ങനെയാ? സീരീസ് കോമ്പിനേഷൻ പോലെയായി, അല്ലെ? അപ്പൊ അതെന്ത് വരും? 2 K ഡാഷ് K3 ഡിവൈഡഡ് ബൈ K ഡാഷ് പ്ലസ് K3 ആണ്, അല്ലെ? വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു K ഡാഷ് 3 ആണ്, K3 6 ആണ്, ഡിവൈഡഡ് ബൈ K ഡാഷ് പ്ലസ് 6 3 9. ഇവരെ കട്ട് ചെയ്താൽ 3, ഇവരെ കട്ട് ചെയ്താൽ 2, 2 ഇൻറ്റു 2 4 ഫൈനൽ വാല്യൂ കിട്ടും. 4 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഇനിഷ്യലി കപ്പാസിറ്റൻസ് C ആയിരുന്നു, അത് എപ്സിലോൺ 0 A/D ആണ്. അപ്പൊ പുതിയ കപ്പാസിറ്റൻസ് C ഡാഷ് ആണ്, അത് K ടൈംസ് എപ്സിലോൺ 0 A/D ആണ്. K എന്ന് പറഞ്ഞാൽ K ഇക്വലന്റ് ആണ് ഇപ്പോഴത്തേത്, അല്ലെ? സോ K ഇക്വലന്റ് എത്ര കിട്ടി? 4 കിട്ടി. അപ്പൊ 4 എപ്സിലോൺ 0 A/D എന്ന് കിട്ടും. 4 എപ്സിലോൺ 0 A/D. ഓപ്ഷൻ 2. സിമ്പിൾ അല്ലേ? രസമുണ്ടല്ലേ? യെസ്. ഇത് ഓക്കെ അല്ലേ മക്കളെ? ഇത് ഓക്കെ അല്ലേ? എന്നാൽ നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് പോകാം. ഇത് നല്ലൊരു കോൺസെപ്റ്റ് ആണ്, ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നോക്കിക്കേ, ഇവിടെ വാല്യൂസ് ഒക്കെ എഴുതിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇതിന്റെ കോൺസെപ്റ്റ് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. അതായത് ഇതൊന്നുമില്ല, ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലേറ്റ്സുകൾ ഇങ്ങനെ കൊടുക്കുന്നു. അപ്പൊ ഇതിൽ എത്ര നമ്പർ ഓഫ് കപ്പാസിറ്റർ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇനി അത് സീരീസ് ആണോ പാരലൽ ആണോ എന്നൊക്കെ നമ്മൾ അറിയണം. എപ്പോഴും ഓർത്ത് വെച്ചോളുക. ഇവിടെ നോക്കിക്കേ, 1 2 3 4 കപ്പാസിറ്റർ പ്ലേറ്റ് ഉണ്ട്. 4 കപ്പാസിറ്റർ പ്ലേറ്റ് ഉണ്ടെങ്കിൽ 3 കപ്പാസിറ്റർ ആയിട്ട് അത് ആക്ട് ചെയ്യും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫോർ n പ്ലേറ്റ്സ് വിച്ച് ആർ ചാർജ്ഡ് ഓൾട്ടർനേറ്റീവ്ലി. അതുകൂടെ ഓർക്കണം, ഓൾട്ടർനേറ്റീവ് ചാർജ് കൊടുക്കണം. ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്. അതായത് ഈ പ്ലേറ്റ് ഇപ്പൊ പോസിറ്റീവ് പ്ലേറ്റ്, ഈ പ്ലേറ്റ് പോസിറ്റീവ് പ്ലേറ്റ്, ഈ പ്ലേറ്റും പോസിറ്റീവ് ആണ്. അതേപോലെ തന്നെ ഈ പ്ലേറ്റ് നെഗറ്റീവും ഈ താഴത്തെ പ്ലേറ്റ് നെഗറ്റീവാണ്. കണ്ടോ? ഇത് പോസിറ്റീവ് ചാർജ് ഇവർക്ക് രണ്ടുപേർക്കും കിട്ടും, ഈ 2 ചാർജുകൾക്ക് നെഗറ്റീവ് കിട്ടും. അങ്ങനെ ഓൾട്ടർനേറ്റ് പ്ലേറ്റുകൾക്ക് ഇങ്ങനെ ചാർജസ് കൊടുക്കുന്നുണ്ടെങ്കിൽ n നമ്പർ ഓഫ് പ്ലേറ്റ്സ് ഉണ്ടെങ്കിൽ n-1 കപ്പാസിറ്റർ ആവും. ഇത് n-1 എപ്സിലോൺ 0 A/D എന്ന് എഴുതിയേക്കുന്നത്. എപ്സിലോൺ 0 A/D എന്ന് പറഞ്ഞാൽ C ആണ്. അപ്പൊ n-1 C കപ്പാസിറ്റൻസ് അവിടെ ഉണ്ടാവണം. എങ്ങനെയാ ഉണ്ടാവുന്നത്? ഇത് എത്ര പ്ലേറ്റ് ഉണ്ട്? 1 2 3 4 അല്ലേ? അപ്പൊ 4 പ്ലേറ്റ് ആണ് ഉള്ളതെങ്കിൽ
ദാ ഇവർ രണ്ടുപേരുടെ ഒന്നാമത്തെ കപ്പാസിറ്റർ. കാര്യം ഒരു കപ്പാസിറ്റർ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ ഇവിടെ ഒരു കപ്പാസിറ്റർ പ്ലേറ്റ് ഉണ്ട്, ഇവിടെ ഒരു കപ്പാസിറ്റർ പ്ലേറ്റ് ഉണ്ട്, ഇതാണ് ഒരു കപ്പാസിറ്റർ. അപ്പൊ ഇത് പോസിറ്റീവ് പ്ലേറ്റും ഇത് നെഗറ്റീവ് പ്ലേറ്റും ആയിരിക്കുമല്ലോ. അപ്പൊ ഒരു പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റോട് ചേരുന്നതാണല്ലോ ഒരു കപ്പാസിറ്റൻസ്. അപ്പൊ ഇവനും ഇവനോട് ചേർന്ന ഒരു കപ്പാസിറ്റർ, ഈ നെഗറ്റീവ് അടുത്ത പോസിറ്റീവോട് ചേർന്ന അടുത്ത കപ്പാസിറ്റർ, ഈ പോസിറ്റീവ് അടുത്ത നെഗറ്റീവോട് ചേർന്ന അടുത്ത കപ്പാസിറ്റർ. അപ്പൊ 1 2 3 3 കപ്പാസിറ്റർ ആയി. മൊത്തം 4 പ്ലേറ്റ് ഉണ്ട്. അപ്പൊ 4ൽ നിന്ന് 1 കുറച്ചു, n-1, n 4 അപ്പൊ 4 - 1 3, 3ε0 a/d എന്ന് കിട്ടും. ക്ലിയർ? അപ്പൊ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വരച്ചു നോക്കാൻ പറ്റും. എങ്ങനെ വരയ്ക്കുന്നത്? ഇതാണ് പോയിന്റ് എ, ഇതാണ് പോയിന്റ് എ, ഇതാണ് പോയിന്റ് ബി എന്ന് എടുക്കാം. ഇത് പോസിറ്റീവ് പ്ലേറ്റും ഇത് നെഗറ്റീവ് പ്ലേറ്റും. അപ്പൊ ഈ പോസിറ്റീവ് ആദ്യം ഒരു പോസിറ്റീവ് പ്ലേറ്റ് പോകും. അപ്പൊ ഈ എയിൽ നിന്ന് ഒരു പോസിറ്റീവ് പ്ലേറ്റ് വരും, പോസിറ്റീവ് പ്ലേറ്റ് വരും. ബിയിൽ നിന്ന് അടുത്തൊരു നെഗറ്റീവ് വരും. ഇതുണ്ടോ? ബിയിൽ നിന്ന് നെഗറ്റീവ് വരും. ഇതാണ് ഒന്നാമത്തെ പ്ലേറ്റ്. ഇനി അടുത്തത് ഇവർ രണ്ടുപേരൂടെ രണ്ടാമത്തേതല്ലേ, ഇവർ രണ്ടുപേരും ഒന്നായി. അടുത്ത് ഇവർ രണ്ടുപേരുടെ എന്തായി? രണ്ടാമത്തെ പ്ലേറ്റ് അല്ലേ? അങ്ങനെയല്ലേ? യെസ്, ഇവർ രണ്ടുപേരുടെ രണ്ടാമത്തെ പ്ലേറ്റ് ആയി. അപ്പൊ എന്ത് വരും? ദാ ഈ ബിയിൽ നിന്ന് ഒരു നെഗറ്റീവും, അപ്പൊ അത് കാരണം ഇവിടുന്ന് ഒരു പോസിറ്റീവ് പ്ലേറ്റും വരും. അടുത്തത് ഇവര് തമ്മിൽ അടുത്തൊരു പ്ലേറ്റ്, അപ്പം ഇത് പോസിറ്റീവും ഇതൊരു നെഗറ്റീവും ആയി. കത്തിയോ? അപ്പൊ ഇവന്റെ കപ്പാസിറ്റൻസ് സി ആണ്, ഇവന്റെ കപ്പാസിറ്റൻസ് സി ആണ്, ഇത് സി ആണ്, ഇത് പാരലൽ ആണ്. അപ്പൊ 3ε0 a/d ആണ്. സി അല്ലേ? ചുമ്മാ പാരലൽ ആകുമ്പോൾ ആഡ് ചെയ്താൽ മതി. സി പ്ലസ് സി പ്ലസ് സി 3c, അങ്ങനെയാണ് 3ε0 a/d എന്ന് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതാൻ നിൽക്കത്തില്ല, ഡയറക്റ്റ് വാല്യൂ നമ്മൾ എഴുതും. 3ε0 a/d ആണ്. ക്ലിയർ? കോൺസെപ്റ്റ് മനസ്സിലായി? വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു വെക്കാവുന്നതേ ഉള്ളൂ. അതൊന്ന് പ്രോപ്പർ ആയിട്ട് പഠിച്ചു വെക്കുക. യെസ്, അടുത്തത് ഇതിനി നിങ്ങൾ വരച്ചു നോക്കാനൊന്നും നിൽക്കേണ്ട. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഓൾട്ടർനേറ്റ് പ്ലേറ്റ് അല്ല പ്ലസും മൈനസും. ഇപ്പൊ എ പോസിറ്റീവ് പ്ലേറ്റും ബി നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇത് പ്ലസ് ആയി അല്ലെ? അപ്പൊ ഇത് കാരണം ഇത് മൈനസ് ആയി, പിന്നെ ഇത് മൈനസ് ആയി, ഇവൻ പ്ലസ് ആയി അല്ലെ? ഇത് പ്ലസ് ആണെങ്കിൽ ഇത് പോസിറ്റീവായി, ഇതും പോസിറ്റീവ് ആയി, ഇത് രണ്ടും നെഗറ്റീവ് ആയി. അപ്പൊ ഇവര് തമ്മിൽ ഒരു കപ്പാസിറ്റർ പ്ലേറ്റ് ആവും. പക്ഷെ ഇവര് തമ്മിൽ ആവില്ല. കാര്യം എന്താ? ഇതും മൈനസാ, ഇതും മൈനസാ. അപ്പൊ ഒരിക്കലും ഇവര് തമ്മിൽ ഒരു കപ്പാസിറ്റർ പ്ലേറ്റ് ഉണ്ടാവില്ല. പക്ഷെ ഇവര് തമ്മിൽ ഉണ്ടാവും. അപ്പൊ ഇത് ഒരെണ്ണം, ഇത് രണ്ടെണ്ണം. കാരണം എന്താ? ഇത് ഓൾട്ടർനേറ്റീവ് പ്ലസ് മൈനസ് അല്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ വാല്യൂ വരുന്നത് 2ε0 a/d. കാര്യം എന്താ? ഇവര് തമ്മിൽ ഒരെണ്ണം, അടുത്തത് ഇവര് തമ്മിലേ കപ്പാസിറ്റർ പ്ലേറ്റ് ഉള്ളൂ. അതുകൊണ്ടാണ് 2ε0 a/d. ക്ലിയർ? യെസ്. അടുത്ത് നോക്കിക്കേ, 3 plates of common surface area A are connected as shown in the figure. The effective capacitance will be, നമ്മളോട് ചോദിച്ചു ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണാനാണ്. നിങ്ങളിവിടെ ശ്രദ്ധിച്ചു നോക്കി, ഇത് പോസിറ്റീവ് പ്ലേറ്റ് ആണ്, ഇത് നെഗറ്റീവ് പ്ലേറ്റ് ആണ്, ഇത് പോസിറ്റീവ് പ്ലേറ്റ് ആണ്. അപ്പൊ ഏതായിരിക്കും ആൻസർ? നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. ഇവർ രണ്ടുപേരുടെ ഒരു പ്ലേറ്റ് വരും അല്ലേ? ഇവർ രണ്ടുപേരുടെ ഒരു പ്ലേറ്റ് വരും. അടുത്തത് ഇവർ രണ്ടുപേരുടെ അടുത്ത കപ്പാസിറ്റർ പ്ലേറ്റ് ആണ്. ഇതൊരു കപ്പാസിറ്ററായി, ഇത് അടുത്ത കപ്പാസിറ്ററായി. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? രണ്ടെണ്ണം. ആക്ച്വലി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി, ഇവിടെ കോമൺ ആയിട്ട് ബി ആണുള്ളത്. എ എന്ന് പറയുന്ന ആൾക്ക് കോമൺ ആയിട്ട് ആരുണ്ട്? ബി ഉണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇത് എങ്ങനെ വരയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ പോയിന്റ് ആണ് എ, പോസിറ്റീവ് പ്ലേറ്റ്. നമുക്ക് ഈ പോയിന്റ് ബി എന്ന് എടുക്കാം, നെഗറ്റീവ് പ്ലേറ്റ്. അപ്പൊ എയിൽ നിന്ന് ഒരു പോസിറ്റീവ് പ്ലേറ്റ്, ഇതാ എയിൽ നിന്ന് ഒരു പോസിറ്റീവ് പ്ലേറ്റ് ഇവിടേക്ക് പോയി, അതേപോലെ താഴേക്കും വന്നു. പോസിറ്റീവ് പോസിറ്റീവ്. ഇവിടെ ബി കോമൺ ആണ് അല്ലെ? ഈ കോമൺ ആണ് ബി. അപ്പൊ ബിയിൽ നിന്ന് കോമൺ ആയിട്ട് ഇവിടെ ഒരു നെഗറ്റീവ് പ്ലേറ്റും ഇവിടെ ഒരു നെഗറ്റീവ് പ്ലേറ്റ്. ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് ആണ്, ഇത് പ്ലസ് ആണ്, ഇത് meinus ആണ്. പാരലൽ കോമ്പിനേഷൻ ആണ്, രണ്ടുപേരുണ്ട്. അപ്പൊ ഇക്വലൻസ് എന്ത് വരും? സി ഇക്വലന്റ് എന്ന് പറയുന്നത് 2c ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2ε0 a/d എന്ന് കിട്ടും. 2ε0 a/d എന്ന് കിട്ടും. ഇനി അതല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. n പ്ലേറ്റ്സ് ഉണ്ടെങ്കിൽ അല്ലെ, n പ്ലേറ്റ്സ് ഉണ്ടെങ്കിൽ n-1 c ഉണ്ടാവും. ഓൾട്ടർനേറ്റ് ആണെങ്കിൽ പ്ലസ് മൈനസ് പ്ലസ് ഓൾട്ടർനേറ്റ്. അപ്പൊ 3 പ്ലേറ്റ് ഉണ്ട്. അപ്പൊ 3 - 1 ദാറ്റ് ഈസ് 2c. സോ 2ε0 a/d ഓപ്ഷൻ 4 എടുക്കാം. ഓപ്ഷൻ 4 വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണോ? യെസ്. അപ്പം മക്കളെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തു പോകാവുന്ന കാര്യങ്ങളാണ്. സോ ഞാൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ചാപ്റ്ററിലെ
ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് പറയുന്ന ഈ ചാപ്റ്ററിലെ രണ്ടാമത്തെ പാർട്ട് ഡിസ്കഷൻ ഞാൻ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. പഠിപ്പിച്ച ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അത്യാവശ്യം നല്ല സമയം എടുത്ത് തന്നെയാണ് വീഡിയോ ക്ലാസ് ഒക്കെ എടുത്തിരിക്കുന്നത്. അപ്പൊ പ്രോപ്പർ ആയിട്ട് പഠിക്കുക. നിങ്ങൾ നന്നായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി ഇക്വേഷൻസ് ഒക്കെ എഴുതി ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് മാക്സിമം MCQs പ്രാക്ടീസ് ചെയ്യുക. ചുമ്മാ അതൊരു ക്ലാസ് മാത്രം കണ്ടാൽ പോരാ, നിങ്ങൾ ഉറപ്പായിട്ട് MCQs കൂടെ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. സോ മക്കളെ, ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. അടുത്ത ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി ആണ്. നമുക്ക് ഇനിയും കറണ്ട് ഇലക്ട്രിസിറ്റി ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.